ഖൽബ് ശുദ്ധിയാക്കാൻ ചില വഴികളുണ്ട്. ഒന്ന് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതലാണ്. ഇനി അർത്ഥം അറിയില്ല, കുഴപ്പമില്ല. ഖുർആൻ നമ്മുടെ ശരീരത്തെ കേൾപ്പിച്ചുകൊണ്ട് നമ്മൾ ഓതുക. അല്ലെങ്കിൽ ഖുർആൻ ഭംഗിയായി ഓതുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ കേൾക്കുക. എന്തൊക്കെയോ പണിയെടുക്കുമ്പോൾ, കിച്ചണിലൊക്കെ പണിയെടുക്കുമ്പോൾ ഒക്കെ കേട്ടാൽ കൂലി തന്നെയാണ്. പക്ഷെ ഖുർആനിൻ്റെ ആയത്തുകളെ മാത്രം ധ്യാനിക്കുന്നത് പോലെ അതിൻ്റെ ആയത്തുകളെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ കേൾക്കുക, ശരീരത്തെ കേൾപ്പിക്കുക. ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ നമ്മൾ കേൾക്കുകയും അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ നമ്മൾ ഓതുകയും ചെയ്യുക. അബൂജഹലും അഖ്നസും അബൂ സുഫിയാനും മൂന്നാളുകൾ രാത്രിയായാൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വീടിൻ്റെ പരിസരത്തേക്ക് പോവാറുണ്ട്. അബൂജഹൽ മുസ്ലിമല്ല, അഖ്നസും മുസ്ലിമല്ല, അബൂ സുഫിയാനും മുസ്ലിമല്ല. മൂന്നാളുകളും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വീടിൻ്റെ സമീപത്തേക്ക് പോവാറുണ്ട്, ആരും അറിയാതെ. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ രാത്രിയിൽ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ ആരും കാണാതെ പതിഞ്ഞിരുന്നു ഒളിഞ്ഞിരുന്നു ആ ഖുർആൻ ഇങ്ങനെ കേട്ട് ആസ്വദിക്കാറുണ്ടായിരുന്നു. ആരും കാണാതെ രാത്രിയുടെ യാമങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ ഖുർആൻ കേൾക്കാൻ വേണ്ടി അബൂജഹലും അബൂ സുഫിയാനും അഖ്നസ് ബിൻ ശരീഖും നബിതങ്ങളുടെ വീടിന്റെ അടുത്തേക്ക് പോയി നബിതങ്ങളുടെ വീട്ടിലേക്ക് ചെവി വെച്ച് ഖുർആൻ കേൾക്കാറുണ്ടായിരുന്നു എന്നാണ്. അത്രത്തോളം മാധുര്യമാണ് ഈ ഖുർആൻ, അത്രത്തോളം സുന്ദരമാണ് ഈ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, അർത്ഥമറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സ്വരമാധുര്യത്തോടുകൂടി ഓതുന്നൊരു ഖുർആനിനെ കേൾക്കാൻ അർത്ഥമറിയാത്തവർക്ക് വരെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, തഅ്സീറുകൾ ഉണ്ടാക്കുന്ന പദങ്ങളാണ്, ആശയങ്ങളാണ് ഈ ഖുർആനിലുള്ളത്. അങ്ങനൊരു ദിവസം സുബഹയോടടുത്ത സമയത്ത് ഈ മൂന്നാളുകളും പരസ്പരം കണ്ടുമുട്ടുകയാണ്. ആര്? അബൂ സുഫിയാനും അബൂജഹലും അഖ്നസും സുബഹയ്ക്ക് ഖിറാഅത്ത് കേട്ട് തിരിച്ചു പോകുന്ന സമയത്ത് മൂന്നാളുകളും പരസ്പരം കണ്ടുമുട്ടി. അപ്പോൾ ഒരാൾ ചോദിച്ചു, നീ എന്താ ഇവിടെ? ഞാൻ ഖുർആൻ കേൾക്കാൻ വന്നതാ. നീ എന്താ ഇവിടെ? ഞാനും ഖുർആൻ കേൾക്കാൻ വന്നതാ. നീ എന്താ ഇവിടെ? ഞാനും ഖുർആൻ കേൾക്കാൻ വന്നതാ. മൂന്നുപേരും അള്ളാഹിന്റെ റസൂലിന്റെ വലിയ ശത്രുക്കളാ. അപ്പോഴാണ് മൂന്നാളുകളും അവിടെ വെച്ച് സത്യം ചെയ്തത്, ഇനിമേലാൽ നമ്മൾ മൂന്നുപേരും ഖുർആൻ കേൾക്കാൻ വേണ്ടി നബിതങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പാടില്ല. കാരണം നാട്ടിലുള്ള ചെറുപ്പക്കാരിതറിഞ്ഞാൽ അവരും ഖുർആൻ കേൾക്കാൻ വരികയും അവർക്കത് ഇസ്ലാമിലേക്കുള്ള വഴി തുറക്കാനുള്ള സാധ്യതയുണ്ട്. ഇവരാണെങ്കിൽ അഹങ്കാരത്തിന്റെ കുപ്പായമിട്ട ഒരു വിഭാഗം ആളുകളായിരുന്നു. ഖൽബിൽ നിറയെ അഹങ്കാരം നിറഞ്ഞവർ. അഭിമാനത്തിനും അന്തസ്സിനും സ്ഥാനത്തിനും വേണ്ടി സത്യം നബിതങ്ങളുടെ ഭാഗത്താണെന്ന് മനസ്സിലായിട്ടും ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത ആളുകളായിരുന്നു ഈ മൂന്നാളുകൾ. അതുകൊണ്ട് ഇനി മേലാൽ ഖുർആൻ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ മൂന്നുപേരും ഇവിടേക്ക് കടന്നു വരാൻ പാടില്ല. അങ്ങനെ മൂന്നാളുകളും സത്യം ചെയ്ത് അവിടെ നിന്ന് പിരിയുകയുണ്ടായി. പിറ്റേ ദിവസം രാത്രി മൂന്നാളുകളും വിചാരിച്ചു മറ്റേയാള് വരൂല എന്ന്. ഇയാള് വിചാരിച്ചു അയാൾ വരൂല, കാരണം സത്യം ചെയ്തിട്ട് പോയതല്ലേ. പക്ഷേ ഖുർആനിന്റെ ഭംഗി കാരണത്താൽ, അത് കേൾക്കാനുള്ള രസം കാരണത്താൽ, അതിന്റെ ആശയങ്ങൾ കാരണത്താൽ മൂന്നാളുകളും രണ്ടാമത്തെ രാത്രിയും പരിശുദ്ധമായ ഖുർആൻ കേൾക്കാൻ വേണ്ടി ഒളിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങി ഖുർആൻ കണ്ട് ഖുർആൻ കേട്ട് രാവിലെയാകുമ്പോ തിരിച്ചു പോവുകയാണ്. ആ തിരിച്ചു പോകുമ്പോൾ വീണ്ടും മൂന്നാളുകളും കണ്ടുമുട്ടി. നിങ്ങളിൽ ഇന്നലെ വരണ്ടെന്ന് പറഞ്ഞു. മൂന്നാളുകൾക്കും പറയാനൊന്നുമില്ല. വീണ്ടും സത്യം ചെയ്തു, ഇനിമേലാൽ വരാൻ പാടില്ല. അങ്ങനെ മൂന്നാമത്തെ ദിവസം രാത്രിയായപ്പോൾ വീണ്ടും അവരിറങ്ങി പരിശുദ്ധമായ ഖുർആൻ കേൾക്കാൻ വേണ്ടി. ഇത് ഞാൻ പറയുന്നത്, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അബൂജഹൽ. ആ അബൂജഹൽ പോലും പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നതിൽ ഒരു ആസ്വാദനം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഖുർആനിന്റെ മഹത്വം എവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാനിത് പറഞ്ഞു തരുന്നത്. അബൂജഹലും അഖ്നസ് ബിൻ ശരീഖും അതേപോലെ അബൂ സുഫിയാനുമാണ് മൂന്നാമത്തെ ദിവസവും സത്യം ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസവും ഖുർആൻ കേൾക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ചെല്ലുന്നത്. പിറ്റേ ദിവസം രാവിലെ ഈ മൂന്നാളുകളും കണ്ടുമുട്ടി. അന്നവരെ വീണ്ടും സത്യം ചെയ്തു ഇനി പോകൂല. അങ്ങനെ അഖ്നസ് ബിൻ ശരീഖ് എന്ത് ചെയ്തു? പിറ്റേ ദിവസം രാവിലെ ആദ്യം അബൂ സുഫിയാന്റെ വീട്ടിലേക്ക് ചെന്നു.
അബൂ സുഫിയാനോട് ചോദിച്ചു, നിങ്ങൾ എന്ത് പറയുന്നു മുഹമ്മദിന്റെ ഖുർആനിനെ കുറിച്ച്? അപ്പോഴാണ് അബൂ സുഫിയാൻ പറയുന്നത്, ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതാണ്, ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതാണ്, എന്തൊക്കെയോ അത്ഭുതങ്ങളുണ്ടതില്. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കാത്ത ആശയങ്ങളുണ്ട്. അഖ്നസ് പറഞ്ഞു, എനിക്കും അതേപോലെയാണ് തോന്നിയത്. രണ്ടുപേരും അബൂജഹലിനെ കാണാൻ പോയി. അബൂജഹൽ അപ്പോൾ പറഞ്ഞത്, ഒരു കാരണവശാലും ഞാൻ മുഹമ്മദിനെ അംഗീകരിക്കൂല. കാരണം ഞങ്ങൾ രണ്ടുപേരുടെ കുടുംബവും ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവരാണ്, സഹായിക്കുന്നവരാണ്, വെള്ളം നൽകുന്നവരാണ്. പക്ഷേ ഒരു വിഷയത്തിൽ മുഹമ്മദിന്റെ കുടുംബം ഞങ്ങളുടെ കുടുംബത്തെക്കാളും ഉന്നതിയിലാണ്. അഥവാ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രവാചകൻ വന്നു എന്നവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടൊരു കാരണവശാലും മുഹമ്മദിനെ ഞാൻ അംഗീകരിക്കൂല, ഖുർആനിനെയും ഞാൻ അംഗീകരിക്കൂല. അതാണ് അബൂജഹൽ ഖുർആനിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണം. യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ. ഖുർആൻ കാരണത്താൽ ചില ആളുകൾ നന്മയിലേക്ക് കടന്നു വരുമ്പോ വേറെ ചില ആളുകൾ ഖുർആനിൽ നിന്ന് അകന്നു പോകുമെന്ന് പരിശുദ്ധ ഖുർആനാ നമ്മോട് പഠിപ്പിച്ചത്. ചില ആളുകൾ ഖുർആനിലേക്ക് അടുക്കും, ചില ആളുകൾ ഖുർആനിൽ നിന്ന് മാറി നിൽക്കും. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുമ്പോൾ وَيَخِرُّونَ لِلْأَذْقَانِ يَبْكُونَ وَيَزِيدُهُمْ خُشُوعًا. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുമ്പോൾ സുജൂദിൽ വീഴുമത്രേ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്. وَيَخِرُّونَ لِلْأَذْقَانِ يَبْكُونَ وَيَزِيدُهُمْ خُشُوعًا. കരഞ്ഞുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുമത്രേ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ. أفمن هذا الحديث تعجبون وتضحكون ولا تبكون. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് ആലോചിച്ച് കരയാത്ത ആളുകളെ വിമർശിക്കുകയും ഖുർആനിനെ കുറിച്ച് ആലോചിച്ച് കരയുന്നവരെ പുകഴ്ത്തുകയും അല്ലാഹു തആല ചെയ്തിട്ടുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ ഖുർആനിന്റെ ആയത്ത് കേട്ട് കരയുന്ന ആളുകളെ, ഖുർആനിന്റെ ആയത്ത് കേട്ട് അതിൽ അത്ഭുതത്തോടുകൂടി അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ, അത്തരം ആളുകളെ അള്ളാഹു തആല ബഹുമാനിക്കുന്നുണ്ട് ഖുർആനിൽ. നേരെ മറിച്ച് ഖുർആനിന്റെ ആയത്തുകൾ കടന്നു വന്നിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കാതെ, അതിനെക്കുറിച്ച് ആലോചിച്ച് കരയാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഖുർആൻ ചോദിക്കുന്നുണ്ട്, വതലഹകൂന വലാ തബ്കൂൻ. നിങ്ങൾ ചിരിക്കുകയാണോ? നിങ്ങൾക്ക് എന്തേ കരച്ചിൽ വരുന്നില്ലേ? ശത്രുക്കളെ കുറിച്ച് ചോദിച്ചതാ. മക്കാ മുശ്രിക്കീങ്ങൾ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേട്ട് കരയുന്നതിന് പകരം അവർ പരിഹസിക്കാനാ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് എന്തേ ഇതിനാലോചിച്ച് കരയാൻ കഴിഞ്ഞിട്ടില്ലേ? കരയാനുള്ള സമയമായിട്ടില്ലേ? നിങ്ങൾ ചിരിക്കുകയാണോ? അല്ലാഹുവിന്റെ ഹബീബ് പോലും പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേട്ട് കരഞ്ഞ ആളാണ്. നമ്മൾക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല ലിയ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ. ഖുർആൻ ഓതി തരാൻ പറഞ്ഞു, ഖുർആൻ ഓതി കൊടുക്കാൻ പറഞ്ഞു. ഖുർആൻ നമ്മൾ ഓതുന്നത്, നമ്മൾ കേൾക്കുന്നതും വേറെ ഒരാൾ ഓതുന്നത് കേൾക്കുന്നതും രണ്ടും രണ്ടാണ്. നമ്മൾ ഓതുമ്പോൾ നമ്മുടെ ശരീരത്തെ കേൾപ്പിച്ചുകൊണ്ടോതണം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ്ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. അല്ലാഹു തആല പരിശുദ്ധ ഹബീബിനോടാ പറയുന്നത്, യാ അയ്യുഹൽ മുസമ്മിൽ, ഓ മൂടിപ്പുതച്ചുറങ്ങുന്ന നബിയേ, വറത്തിലിൽ ഖുർആന തർതീലാ, വളരെ ഭംഗിയായിട്ട് വേണം പരിശുദ്ധമായ ഖുർആൻ ഓതാൻ. കടമ നിർവഹിക്കാൻ ഖുർആൻ ഓതേണ്ടതില്ല. ഓതി എന്ന് പറയാൻ, ഇത്ര ഖത്തം ഞാൻ തീർത്തു എന്ന് പറയാൻ, പ്രിയപ്പെട്ടവരെ, നമ്മളാരും പരിശുദ്ധമായ ഖുർആൻ ഓതേണ്ടതില്ല. അമിതമായ വേഗത്തിൽ അർത്ഥങ്ങൾ ആലോചിക്കാതെ, തജ്വീദിന്റെ നിയമങ്ങൾ പാലിക്കാതെ, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കേണ്ട സ്ഥലങ്ങളിൽ ചോദിക്കാതെ, സുജൂദ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്യാതെ, അമിതമായ വേഗത്തിൽ 3ഉം 4ഉം ഖത്തം ഓതി തീർക്കുന്നതിനേക്കാളും നല്ലത് വളരെ ഭംഗിയായി അതിന്റെ അർത്ഥം ആലോചിച്ച് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി തജ്വീദിന്റെ നിയമപ്രകാരം ചൊല്ലേണ്ട ദിക്റുകളും ദുആകളും ചൊല്ലി സുജൂദ് ചെയ്ത് ഒരു ഖത്തം ഓതലാണ് 4 ഖത്തം ഓതുന്നതിനേക്കാളും നല്ലത്.
പ്രിയപ്പെട്ടവരെ, കോഴിക്കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ധാന്യമണികൾ വിതറുന്നത് പോലെ പരിശുദ്ധമായ ഖുർആനിനെ ഓതരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ധാന്യമണികൾ പെറുക്കിയെടുക്കുന്ന പക്ഷികൾ കോഴികളൊക്കെ കുറുകുന്നത് പോലെ, ഒച്ച വെക്കുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധമായ ഖുർആനിനെ ഒരു മൂളിപ്പാട്ട് പോലെ ഓതി തീർക്കാൻ പാടില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? വറത്തിലിൽ ഖുർആന തർതീലാ, വളരെ ഭംഗിയായി ഓതണം. എത്ര ഭംഗിയാണോ നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നത്. സുദൈസിയെ പോലെയോ മാഹിർ മുഅഖിലിയെ പോലെയോ ഓതാൻ കഴിയില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് വെച്ച് എത്ര ഭംഗിയായി ഓതാൻ സാധിക്കുമോ അത്രയും ഭംഗിയായി ഓതണം പ്രിയപ്പെട്ടവരെ. പിന്നെയുള്ളത് പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോഴുള്ള ആദാബുകളാണ്. എന്തുകൊണ്ടാണ് ഈ റമദാനിന്റെ വാതിൽക്കൽ വെച്ച് ഞാൻ ഖുർആനിനെ പറയാനുള്ള കാരണം? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, അല്ലാഹു പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയത് ലൈലത്തുൽ ഖദറിലാണ്. ലൈലത്തുൽ ഖദർ പരിശുദ്ധ റമദാനിലാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ പരിശുദ്ധമായ റമദാനിനെ അല്ലാഹു വല്ല സ്ഥാനവും നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ലാഹു വല്ല പ്രത്യേകതയും നൽകിയിട്ടുണ്ടെങ്കിൽ അത് റമദാനിന്റെ പ്രത്യേകതയല്ല, അത് അല്ലാഹു ഖുർആൻ ഇറക്കി എന്ന പ്രത്യേകതയാണ്. ഖുർആൻ ഇല്ല എങ്കിൽ റമദാൻ സീറോ ആണ്. ഖുർആൻ ഇറങ്ങിയില്ല എങ്കിൽ റമദാൻ ഒന്നുമല്ല. അപ്പൊ നമ്മൾ റമദാനിൽ നോമ്പെടുക്കുന്നു, ഖുർആൻ ഓതുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ റമദാൻ എങ്ങനെയാ സ്വീകാര്യമാവുക? പിന്നെ എങ്ങനെയാണ് റമദാനിനെ ബഹുമാനിച്ചവരിൽ നമ്മൾ പെട്ടുപോവുക? പ്രിയപ്പെട്ടവരെ, റമദാൻ എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. ഖുർആൻ ഇറക്കപ്പെട്ടത് റമദാനിലാണ്. തൗറാത്ത് ഇറക്കപ്പെട്ടത് റമദാനിലാണ്. ഇഞ്ചീൽ ഇറക്കപ്പെട്ടത് റമദാനിലാണ്. സബൂർ ഇറക്കപ്പെട്ടത് റമദാനിലാണ്. അള്ളാഹുവിന്റെ എല്ലാ വേദഗ്രന്ഥങ്ങളും പരിശുദ്ധമായ റമദാനിലാണ് ഇറക്കപ്പെട്ടത്. റമദാൻ മുസ്ലിം ഉമ്മത്ത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈ ഉമ്മത്തിന് മാത്രം അള്ളാഹു നൽകിയതല്ല, നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു റമദാനിന് നൽകിയിട്ടുണ്ട്. നബി തങ്ങൾ പറയുന്നു, റമദാനിൽ മറ്റുള്ള സമുദായങ്ങൾക്ക് നൽകാത്ത 5 പ്രത്യേകതകൾ ഞാൻ എന്റെ സമുദായത്തിന് നൽകിയിട്ടുണ്ട്. അതിലൊന്ന് നോമ്പുകാരന്റെ വായയുടെ ദുർഗന്ധം, അത് അള്ളാഹുവിന്റെ കോടതിയിൽ കസ്തൂരിയെക്കാളും സുഗന്ധമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതിൽ നിന്ന് മനസ്സിലാക്കണം, റമദാൻ അല്ലാഹു നമ്മൾക്ക് മാത്രം തന്നതല്ല, റമദാൻ അല്ലാഹു എല്ലാ സമുദായക്കാർക്കും നൽകിയിട്ടുണ്ട്. നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാർക്കും റമദാൻ നൽകിയിട്ടുണ്ട്. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കണക്ക് പ്രകാരം ലോകത്തിന്റെ തുടക്കം മുതലേ, ആരംഭം മുതലേ മാസങ്ങളുടെ കണക്ക് 12 എണ്ണമാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽ റമദാൻ ഉണ്ട്. മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാണ്. ഇപ്പൊ റമദാൻ നമ്മൾക്ക് മാത്രം അല്ലാഹു നൽകിയ പ്രത്യേകതയല്ല, പിന്നെയോ എല്ലാ പ്രവാചകന്മാരുടെ ഉമ്മത്തിനും അല്ലാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ അവരിൽ നിന്ന് വിഭിന്നമായി 5 പ്രത്യേകതകൾ അല്ലാഹു നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അതിലൊന്ന്, നോമ്പുകാരന്റെ വായിൽ സ്മെല്ലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നോമ്പുകാരന്റെ വായിൽ നിന്ന് ദുർഗന്ധം വരാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കാതെ ഒരു 12 മണിക്കൂറൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ വായിൽ നിന്ന് സ്വാഭാവികമായി ദുർഗന്ധം വരും. ഇതുപോലെ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബ്രഷ് ചെയ്ത് ഉറങ്ങിയാലും രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യാതെ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് ദുർഗന്ധം വരുന്നത് പോലെ. എന്തുകൊണ്ടാണത്? നമ്മുടെ വയറ്റിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്, ആ ഒരു പ്രോസസ് സംഭവിക്കുന്നത് ഉറങ്ങുമ്പോഴാണ്. അതേപോലെ ഭക്ഷണം കഴിക്കാത്ത സമയങ്ങളിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രവർത്തിക്കും നമ്മുടെ വയറുകളിൽ. അപ്പൊ സ്വാഭാവികമായി ഭക്ഷണം കഴിക്കാത്ത സമയങ്ങളിൽ നിന്ന് നമ്മുടെ വായയിൽ ദുർഗന്ധം വരാനുള്ള സാധ്യതയുണ്ട്. അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന് ആ ദുർഗന്ധം കസ്തൂരിയുടെ സുഗന്ധത്തെക്കാളും ഇഷ്ടമാണ്. പക്ഷേ നിന്റെ സുഹൃത്തിന് അത് ഇഷ്ടമായി കൊള്ളണമെന്നില്ല, നിന്റെ കൂടെ ജോലി ചെയ്യുന്നവനത് ഇഷ്ടമായി കൊള്ളണമെന്നില്ല, നിന്റെ കൂടെ പഠിക്കുന്നവനും പ്രവർത്തിക്കുന്നവനും യാത്ര ചെയ്യുന്നവനും അത് ഇഷ്ടമായി കൊള്ളണമെന്നില്ല. അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് വെച്ച് ഇതേ ദുർഗന്ധം വമിക്കുന്ന വായയുമായിട്ട് നിന്റെ കൂട്ടുകാരോട് നീ സംസാരിക്കാൻ നിൽക്കരുതേ. കഴിയുമെങ്കിൽ പകർച്ചയായിട്ടുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യണം. കാരണം ഈ ഇസ്ലാമിനെ കുറിച്ചോ ഈ മതത്തിന്റെ ഈ സിസ്റ്റത്തെ കുറിച്ചോ നോമ്പിനെ കുറിച്ചോ മറ്റുള്ളവർക്കൊരു വെറുപ്പ് തോന്നാൻ പാടില്ല.
ഇതര മതസ്ഥർ, പ്രത്യേകിച്ച് നമ്മുടെ ഈ മതത്തിന്റെ പരിശുദ്ധമായ റമളാനിനെ പുച്ഛത്തോടെ കാണാൻ പാടില്ല. നമ്മൾ പല്ല് തേക്കരുത്, നമ്മൾ മാത്രം ഇടപെടുന്ന സാഹചര്യങ്ങളിൽ. കാരണം അല്ലാഹുവിന് ഇഷ്ടമാണല്ലോ അത്. നേരെ മറിച്ച് പൊതുജനങ്ങളുമായി ഇടപെടുന്ന അവസരങ്ങളിൽ, പൊതുജനങ്ങളുമായി സംസാരിക്കുന്ന സമയങ്ങളിൽ, മറ്റുള്ളവർക്ക് വെറുപ്പും മറപ്പും ഉണ്ടാക്കുന്ന രീതിയിൽ ദുർഗന്ധം വമിക്കുന്ന സമയത്ത് നമ്മുടെ പല്ല് നമ്മൾ ബ്രഷ് ചെയ്യണം. അത് വൃത്തിയാക്കാതെ സംസാരിക്കരുത് എന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ മാറി നിൽക്കണം. അവർക്ക് പ്രയാസം വരാത്ത രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കണം. നോമ്പ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന നമ്മുടെ മുഖാത്തബിനോട് അഭിസംബോധനം ചെയ്യുന്നവരെ ഒരു കാരണവശാലും നമ്മൾ വെറുപ്പിക്കാൻ പാടില്ല. വെറുപ്പിക്കുന്ന ഒരു സിസ്റ്റം ഇസ്ലാമിലില്ല. പള്ളിയിലേക്ക് പോകുമ്പോൾ ദുർഗന്ധം വമിക്കുന്ന ഭക്ഷണം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പള്ളിയിലേക്ക് പോകരുത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഭാര്യമാരുടെ ഇടയിൽ പിണക്കമുണ്ടായപ്പോ നബി തങ്ങൾ സൈനബ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും പോകുന്നത് കണ്ടപ്പോ ആയിഷ ബീവിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഹഫ്സ ബീവിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എപ്പോഴും എന്തിനാ സൈനബിന്റെ വീട്ടിലേക്ക് പോകുന്നത്? അപ്പൊ നബി തങ്ങൾ എന്തിനാ പോകുന്നതെന്നറിയോ? അവിടെ നല്ല തേനുണ്ട്, നല്ല സ്വാദിഷ്ടമായ തേന്. സൈനബ ബീവി റളിയല്ലാഹു അൻഹ നന്നായി ദാനധർമ്മം ചെയ്യുന്നൊരു പെണ്ണായിരുന്നു. ഉമ്മഹാത്തുൽ മസാകീൻ, മിസ്കീന്മാരുടെ മാതാവാണ്, പാവപ്പെട്ടവരുടെ ഉമ്മയാണ് സൈനബ ബീവി റളിയല്ലാഹു അൻഹ. നന്നായി ദാനധർമ്മം ചെയ്യുന്ന ആളാണ്, ഉദാരമതിയായിരുന്നു. അങ്ങനെ മഹദിയായ സൈനബ ബീവി റളിയല്ലാഹു അൻഹ എപ്പോഴും നബി തങ്ങൾക്ക് തേൻ കൊണ്ടുവന്ന് വെക്കാറുണ്ടായിരുന്നു. നബി തങ്ങൾ ഇത് കുടിക്കാൻ വേണ്ടി പോകുമ്പോ മറ്റുള്ള ഭാര്യമാർക്ക് ചെറിയൊരു അസൂയയുണ്ടായി. അത് നിർത്തണം, ഇനി മേലാൽ ആവർത്തിക്കാൻ പാടില്ല. കാരണം നബി തങ്ങൾ സ്ഥിരമായി അവിടെ പോയി തേൻ കുടിച്ചാൽ ഞങ്ങളോടുള്ള ഇഷ്ടം കുറയുമോ എന്ന ആശങ്കയായിരുന്നു മറ്റുള്ള ഭാര്യമാർക്ക്. അപ്പോഴാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയും കൂടി പദ്ധതിയിടുന്നത്. നബി തങ്ങൾ വന്നാൽ മൂക്ക് പൊത്തിയിരിക്കണം, സംസാരിക്കുമ്പോൾ മൂക്ക് പൊത്തിയിരിക്കണം. എന്തോ വായിൽ നിന്ന് ദുർഗന്ധം വരുന്നത് പോലെ, വായിൽ നിന്ന് നാറ്റം വരുന്നത് പോലെ നിങ്ങൾ മൂക്ക് പൊത്തി മാറി നിൽക്കണം. പറഞ്ഞതുപോലെ രണ്ടുപേരും അങ്ങനെ ചെയ്തു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എന്താ പ്രശ്നം? അപ്പൊ പറഞ്ഞു, വായിൽ നിന്ന് ദുർഗന്ധമുണ്ട് എന്ന രീതിയിൽ രണ്ടുപേരും അഭിനയിക്കുകയാണ്. അപ്പൊ നബി തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? പറഞ്ഞു, അതെ, സൈനബിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ തേന് കഴിച്ചിട്ടുണ്ട്. അപ്പോഴാണ് മറ്റുള്ള ഭാര്യമാര് പറയുന്നത്, എന്നാൽ ആ തേനിൽ എന്തോ ദുർഗന്ധമുണ്ട്, അത് ഇന്നാലിന്ന ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയ തേനാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിന്റെ അടയാളം നിങ്ങളുടെ സംസാരത്തിലൂടെ കാണുന്നുണ്ട്. ഉടനെ തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സത്യം ചെയ്തു, വല്ലാഹി, അള്ളാഹുവാണ്, ഇനി മേലാൽ ഞാൻ ആ തേന് കുടിക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പരിശുദ്ധ റസൂൽ സത്യം ചെയ്തിട്ട് പറഞ്ഞു, ഇനി മേലാൽ ഞാൻ സൈനബിന്റെ വീട്ടിൽ പോയി ആ ഒരു തേന് കുടിക്കൂല. ആയിഷ ബീവിയുടെയും ഹഫ്സ ബീവിയുടെയും ഉദ്ദേശം പൂർത്തിയായില്ലയോ? സത്യത്തിൽ അവിടെ ദുർഗന്ധമുണ്ടായില്ല. പക്ഷെ നബി തങ്ങള്, ഞാൻ കാരണം മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാകുന്നത് നബി തങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് നബി തങ്ങൾ പറഞ്ഞത്, ലാ യഖ്റുബന്ന മസ്ജിദനാ, ദുർഗന്ധം വമിക്കുന്ന വായയുമായിട്ട്, ദുർഗന്ധം വമിക്കുന്ന വസ്ത്രവുമായിട്ട്, വിയർത്തിട്ട് വിയർപ്പിന്റെ ദുർഗന്ധമുള്ള ആ വസ്ത്രവുമായി നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ സീസർ വലിച്ചുകൊണ്ട്, പുക വലിച്ചുകൊണ്ട്, വായ വൃത്തിയാക്കാതെ ആ പുകയുടെ സ്മെല്ലുമായി ദുർഗന്ധവുമായിട്ട് എന്റെ പള്ളിയിലേക്ക് നിങ്ങൾ വരരുത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് വെറുതെയല്ല. പ്രിയപ്പെട്ടവരെ, ഉടനെ തന്നെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി, യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ, ലിമ തുഹല്ലിമു മാ അഹല്ലല്ലാഹു ലക്, എന്തിനാണ് അല്ലാഹു ഹലാലാക്കിയതിനെ നിങ്ങൾ ഹറാമാക്കുന്നത്? തേൻ അല്ലാഹു ഹലാലാക്കി തന്ന വസ്തുവല്ലയോ? നിങ്ങളുടെ ഭാര്യമാരിൽ ചില ആളുകളുടെ തൃപ്തിക്ക് വേണ്ടി, ചില ആളുകളുടെ ഇഷ്ടത്തിന് വേണ്ടി അള്ളാഹു ഹലാലാക്കിയതിനെ എന്തിനാണ് നബിയെ നിങ്ങൾ ഹറാമാക്കുന്നത് എന്ന് ആയത്ത് വരെ പരിശുദ്ധമായ ഖുർആനിൽ ഇറങ്ങിയിട്ടുണ്ട് സഹോദരങ്ങളെ. അപ്പൊ ഞാൻ പറയുന്നത്, പരിശുദ്ധമായ റമളാനിൽ നോമ്പ് നോറ്റതിന്റെ പേരിൽ നമ്മുടെ വായിൽ നിന്ന് ദുർഗന്ധമുണ്ടാകും. നമ്മളുമായി ഇടപെടുന്ന സാഹചര്യങ്ങളിൽ ആ ദുർഗന്ധമായിക്കോട്ടെ അള്ളാഹുവിന് ഇഷ്ടമുള്ളതല്ലേ? പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോ
പ്രത്യേകിച്ച് ഇതര മതസ്ഥരുമായി അല്ലെങ്കിൽ മറ്റുള്ള ജോലിയുടെ സമയങ്ങളിൽ അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ സംസാരം നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഒന്നുകിൽ നമ്മൾ ഒരൽപ്പം മാറി നിന്ന് ഇതിന്റെ പ്രയാസം സംസാരിക്കുന്ന അഭിസംബോധനം ചെയ്യുന്ന ആളുകൾക്ക് പ്രയാസം വരാത്ത രീതിയിൽ അവരോട് സംസാരിക്കണം. അപ്പൊ അല്ലാഹു തആല പറഞ്ഞത് മറ്റുള്ള സമുദായത്തിന് നൽകാത്ത 5 പ്രത്യേകതകളിലൊന്ന് നോമ്പുകാരന്റെ ദുർഗന്ധം അല്ലാഹുവിന്റെ കോടതിയിൽ അത് മിസ്കിനെക്കാളും കസ്തൂരിയെക്കാളും സുഗന്ധമുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. രണ്ടാമതായി പറഞ്ഞത് രാവിലെ മുതൽ വൈകുന്നേരം വരെ, സുബഹി മുതൽ വൈകുന്നേരം വരെ കോടാനക്കോടി മലക്കുകൾ നോമ്പുകാരന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുമത്രേ. അള്ളാഹുവേ, ഇയാൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ആർക്ക്? മൻ സ്വാമ റമളാന ഈമാനം വഹ്തിസാബാ, ആരാണോ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുക്കുന്നത്. കടമയ്ക്ക് വേണ്ടി നോമ്പെടുക്കുന്നവരല്ല. പ്രിയപ്പെട്ടവരെ, നോമ്പെന്ന് പറഞ്ഞാൽ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നോമ്പെന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണിന് വേണം നോമ്പ്, നിന്റെ ചെവിക്ക് വേണം നോമ്പ്, നിന്റെ നാവിന് വേണം, നിന്റെ കൈകാലുകൾക്ക് വേണം നോമ്പ്. പട്ടിണി കിടന്നാൽ നോമ്പാവൂല എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കണ്ണിനും ചെവിക്കും നാവിനും കൈകാലുകൾക്കും നോമ്പ് നൽകുന്ന നോമ്പുകാരൻ, ആ നോമ്പുകാരന് വേണ്ടി ആകാശലോകങ്ങളിൽ നിന്നുള്ള സർവ്വമാലാഖമാരും ദുആ ചെയ്യുമത്രേ. അല്ലാഹുവേ, ഇയാൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്, നമ്മൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. മറ്റുള്ള സമുദായങ്ങൾക്ക് ആർക്കും നൽകാത്ത പ്രത്യേകതയാണിത്. മൂന്നാമതായി നബിച്ചങ്ങൾ പറഞ്ഞു, നോമ്പുകാരായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു നൽകുന്ന പ്രത്യേകമായ സംവിധാനം റമളാനായാൽ പിശാചുക്കളെ കെട്ടിയിടുമെന്നാണ്. പിശാചുക്കൾ ലോകത്തിന്റെ തുടക്കം മുതലേ, ഈ ഭൂമിയുടെ ആരംഭം മുതലേ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയ ഒരു വരമുണ്ട്. അള്ളാഹുവേ, റബ്ബി അൻളിർനി ഇലാ യൗമി യുബഅസൂൻ, അള്ളാഹുവേ, ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ എനിക്ക് അവസരം നൽകണം അല്ലാഹ്. അള്ളാഹു പറഞ്ഞു, ഇന്നക മിനൽ മുൻലരീൻ, ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ നിനക്ക് അവസരം തരാം. അപ്പോഴാണ് പിശാചുക്കൾ പറയുന്നത്, ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അല്ലാഹുവേ, ഒരാളെയും നന്നാവാൻ ഞാൻ സമ്മതിക്കൂല. അവരുടെ മുന്നിലും പിന്നിലും 2 ഭാഗങ്ങളിലും ഞാൻ നിരന്തരമായി റോന്ത് ചുറ്റിക്കൊണ്ട് ഞാൻ അവരെ വഴികേടിലേക്ക് നയിക്കും. നന്മ ചെയ്യാൻ ഞാൻ ഒരാൾക്കും അവസരം നൽകൂല. വലാ തജിദു അക്സറഹും ഷാകിരീൻ, ലോകത്തുള്ള ബഹുഭൂരിഭാഗം ആളുകളും നിനക്ക് ശുക്ർ ചെയ്യൂല, നിനക്ക് നന്ദി ചെയ്യൂല. കാരണം ഞാൻ അവരെ നന്ദി ചെയ്യാൻ അനുവദിക്കൂല എന്ന് അള്ളാഹുവിനോട് പിശാച് ചോദിച്ചു വാങ്ങിയതാണ്. അള്ളാഹു സമ്മതം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ പിശാചുക്കളെ റമളാനായാൽ അള്ളാഹു കെട്ടിയിടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അള്ളാഹു അങ്ങനെ കെട്ടിയിട്ടാൽ നമ്മൾക്ക് അമല് ചെയ്യാൻ എളുപ്പമല്ലയോ? വസ്വാസ് ഉണ്ടാക്കാൻ പിശാചുണ്ടാവൂല, ഫസാദ് ഉണ്ടാക്കാനും മടിയുണ്ടാക്കാനും അലസതയുണ്ടാക്കാനും പിശാചുണ്ടാവൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ പ്രത്യേകത പിശാചിനെ അകറ്റി നിർത്തി എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പിശാച് നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറാതിരിക്കാൻ പട്ടിണി കിടന്നുകൊണ്ട് പിശാചിന്റെ വഴികളെ നിങ്ങൾ അടച്ചു വെക്കണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. പിശാച് കയറിക്കൂടാത്ത ശരീരങ്ങളില്ല. ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം, എവിടെയൊക്കെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ടോ, രക്തയോട്ടം നടക്കുന്നുണ്ടോ, ഞരമ്പുകളിൽ എവിടെയൊക്കെ രക്തമോടുന്നുണ്ടോ, ആ രക്തയോട്ടം നടക്കുന്ന സ്ഥലങ്ങളിൽ പിശാച് കയറിക്കൂടുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹ്. അതുകൊണ്ട് പിശാച് ശരീരത്തിലേക്ക് കയറാതിരിക്കാൻ പട്ടിണി കിടക്കണം. പട്ടിണി കിടന്നാൽ പിശാചിന് കയറാൻ കഴിയില്ല. തീറ്റ കൂടുന്നതിനനുസരിച്ച്, തീറ്റ വർദ്ധിക്കുന്നതിനനുസരിച്ച് പിശാചിന്റെ സങ്കേതമായി, പിശാച് സംഗമിക്കുന്ന സ്ഥലമായി നമ്മുടെ ശരീരം മാറുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിനെ
തീറ്റയുടെ മാസമാക്കി മാറ്റാതെ പ്രിയപ്പെട്ടവരെ ഒരൽപ്പം തിന്നുക. മറ്റുള്ള മാസങ്ങളിൽ തിന്നുന്നതിന്റെ പകുതിയെങ്കിലും കുറക്കാനാ ശ്രമിക്കേണ്ടത്. അതല്ലാതെ മറ്റുള്ള മാസങ്ങളുടെ ഇരട്ടി തിന്നാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. മറ്റുള്ള മാസങ്ങളിൽ നിങ്ങളൊരു 5 പത്തിരി തിന്നാറുണ്ടെങ്കിൽ ഈ മാസമായാൽ ഒരു 2.5 പത്തിരിയിലേക്കെങ്കിലും ചുരുക്കണേ പ്രിയപ്പെട്ടവരെ. അതല്ലാതെ നോമ്പ് തുറക്കുമ്പോഴും നോമ്പ് മുറിക്കുമ്പോഴും തറാവീഹ് കഴിഞ്ഞു വന്ന് അത്താഴത്തിന്റെ സമയത്ത് അങ്ങനെ മറ്റുള്ള ദിവസങ്ങളിൽ തിന്നുന്നതിനേക്കാളും കൂടുതൽ തിന്നലല്ലല്ലോ റമളാൻ. മറ്റുള്ള മാസങ്ങളെക്കാളും കൂടുതൽ ചെലവല്ലയോ റമളാനിൽ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. മറ്റുള്ള മാസങ്ങളെക്കാളും കൂടുതൽ ചെലവ് എന്തുകൊണ്ടാ നമ്മുടെ റമദാനിൽ നമ്മൾക്ക് വരുന്നത്? മറ്റുള്ള മാസങ്ങളിൽ 10,000 ആണെങ്കിൽ റമദാൻ ആയാൽ അതെന്തേ 15,000 ആകുന്നത്? അതിന്റെ അർത്ഥം തിന്നുന്നു എന്നല്ലേ? തിന്നാനുള്ള മാസമാക്കി നമ്മൾ ഈ റമദാനിനെ കാണുന്നു എന്നല്ലേ? അങ്ങനെ തിന്നുന്ന മാസമാക്കി ഈ റമദാനിനെ നമ്മൾ സ്വീകരിച്ചാൽ നോമ്പ് പോലും സ്വീകരിക്കപ്പെടൂല എന്ന് ഇമാമുനാ ഗസാലി തങ്ങൾ പറയുന്നുണ്ട്. നോമ്പ് പോലും അല്ലാഹു സ്വീകരിക്കൂല. നോമ്പ് തുറക്കുന്ന സമയത്ത് ഹലാലായ ഭക്ഷണം വയറ് നിറയെ കഴിക്കുന്നവരാളുടെ നോമ്പ് പോലും അല്ലാഹു സ്വീകരിക്കൂല എന്ന് ഗസാലി ഇമാം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നോമ്പെടുക്കുന്നത്? കണ്ണ് നമ്മൾ സൂക്ഷിക്കുന്നില്ല, ചെവി സൂക്ഷിക്കുന്നില്ല, നാവ് സൂക്ഷിക്കുന്നില്ല, കൈകാലുകൾ സൂക്ഷിക്കുന്നില്ല. അതിനേക്കാളൊക്കെ പുറമെ മറ്റുള്ള മാസങ്ങളെക്കാളും ഡബിളാണ്, ഇരട്ടിയാണല്ലോ നമ്മൾ തിന്നുന്നത്. ഈ റമദാൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സ്വീകരിക്കുന്നത്? അതുകൊണ്ട് മക്കളോട് തിന്ന് തിന്ന് എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിക്കാതെ അവർക്കൊരൽപ്പം കൊടുത്ത് അവരുടെ തീറ്റയിൽ ഒരു ചിട്ടയുണ്ടാക്കാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ തയ്യാറാവണം. അവരോട് തിന്നാനല്ല പറയേണ്ടത്, തീറ്റ കുറക്കാനാ പറയേണ്ടത്. തീറ്റ കുറച്ചതിന്റെ പേരിൽ ഒരാളുടെ ആരോഗ്യവും ഇവിടെ നഷ്ടപ്പെടൂല. എന്നാൽ തീറ്റ വർദ്ധിച്ചതിന്റെ പേരിലാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്, മടിയന്മാരാകുന്നത്, അലസന്മാരാകുന്നത്, അവരുടെ ബുദ്ധിശക്തി നഷ്ടപ്പെടുന്നത്, അവരുടെ കഴിവ് നഷ്ടപ്പെടുന്നത്, അവർ വെറും മടിയന്മാരായി മാറുന്നത് തീറ്റ വർദ്ധിക്കുന്നത് കാരണത്താലാണ്. രോഗികളായി മാറുന്നതും തീറ്റ വർദ്ധിക്കുന്നത് കാരണത്താലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനിൽ ചെലവ് ചുരുക്കാനാ ശ്രമിക്കേണ്ടത്, തീറ്റ കുറക്കാനാ ശ്രമിക്കേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മൾ തീറ്റ കൺട്രോൾ ചെയ്തു, നോമ്പെടുത്തു, രാത്രിയിലും ഒരൽപ്പം നിലനിൽപ്പിന് വേണ്ടി മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളൂ. പിശാചിനെ അല്ലാഹു ഓൾറെഡി കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് നന്മ ചെയ്യാനുള്ള ആവേശം നമ്മൾക്കുണ്ടാകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നിർബന്ധമായും റമളാനിൽ അത്താഴം കഴിക്കണം. തസഹറു ഫഇന്ന ഫീഹി ബറക. നിശ്ചയമായിട്ടും അത്താഴത്തിൽ ബറക്കത്തുണ്ട്. അത്താഴം കഴിക്കാതെ നോമ്പെടുക്കരുത്. അത് ആഫിയത്തിനും ആരോഗ്യത്തിനും തലച്ചോറിനുമുള്ള ഭക്ഷണമാണ്. അത്താഴം ചെറിയതെങ്കിലും കഴിക്കാതെ നിങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല. തറാവീഹ് കഴിഞ്ഞ് മൂക്കറ്റം വരെ തിന്നിട്ട് ഇനി അത്താഴത്തിന് എന്നെ വിളിക്കരുതേ എന്ന് പറഞ്ഞ് കിടന്നുറങ്ങരുത്. തറാവീഹ് കഴിഞ്ഞ് നിങ്ങൾ ഒരൽപ്പം കഴിക്കുക, അല്ലെങ്കിൽ കഴിക്കാതിരിക്കുക. അത്താഴത്തിന് നിർബന്ധമായും എണീറ്റ് എന്തെങ്കിലും ഒരൽപ്പം മൂക്കറ്റം വരെ തിന്നാനല്ല, എന്തെങ്കിലും ഒരൽപ്പം തിന്നണം. അത് ബറക്കത്താണ്. അത് നിങ്ങളുടെ ബ്രെയിനിനുള്ള ഭക്ഷണമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കരുത്, അത് ബ്രെയിനിനുള്ള ഭക്ഷണമാണെന്ന് ആരോഗ്യശാസ്ത്രം പറയുന്നുണ്ടല്ലോ. ഫുഡുമായി ബന്ധപ്പെട്ട ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബിച്ചങ്ങളും പറഞ്ഞത് അതേപോലെയാണ്. തസഹറു ഫഇന്ന ഫീഹി ബറക. നിങ്ങൾ നിങ്ങളുടെ അത്താഴത്തിൽ ബറക്കത്തുണ്ട്, അതൊഴിവാക്കരുതേ, മടിയന്മാരായി ഉറങ്ങരുതേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. 5 പ്രത്യേകതകളിൽ മൂന്നാമത്തേത് പിശാചിനെ കെട്ടിയിടുമെന്നാണ്. 4ാമത്തെ പ്രത്യേകത അല്ലാഹു തആല സ്വർഗ്ഗത്തോട് പറയുമത്രേ, തസയ്യനീ, ദിവസവും നല്ല മണിയറ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ. ഉറൂസുകൾ വരുമ്പോൾ, നബിദിനം വരുമ്പോൾ നമ്മുടെ വീടുകളെ ഡെക്കറേറ്റ് ചെയ്യുന്നത് പോലെ, ഒരു വീട് കൂടിയിരിക്കലിനും കല്യാണത്തിനും നമ്മുടെ വീട് അലങ്കരിക്കുന്നത് പോലെ, ആദ്യ രാത്രിക്ക് വേണ്ടി അണിയറ ഒരുക്കുന്നത് പോലെ സ്വർഗമേ എപ്പോഴും അണിഞ്ഞൊരുങ്ങി നിൽക്കണേ, എപ്പോഴും തയ്യാറായി നിൽക്കണേ. ഒരു പുതുമണവാളന്റെ മണിയറ പോലെ എപ്പോഴും നല്ല ഫ്രഷ്നെസ് ആയി, നല്ല ഡെക്കറേറ്റ് ചെയ്ത് അലങ്കരിച്ച് ഒരുങ്ങി നിൽക്കാൻ അല്ലാഹു തആല സ്വർഗ്ഗത്തോട് പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. എന്തിനാണ് അങ്ങനെ നിൽക്കാൻ പറയുന്നതെന്നറിയോ? എൻ്റെ അടിമകൾ നോമ്പ് നോറ്റ് വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ
കഷ്ടപ്പെട്ട് ആരും കാണുന്നില്ല, നല്ല ദാഹമുണ്ട്, ബാത്റൂമിൽ പോയി കുളിക്കുമ്പോൾ അറിയാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ആർക്കും അറിയില്ല. എന്നിട്ട് പോലും എന്തേ നമ്മൾ കുടിക്കാത്തത്? ഈ നോമ്പ് അള്ളാഹുവിന് വേണ്ടിയാണല്ലോ നമ്മൾ നോക്കുന്നത്. മാതാപിതാക്കൾക്കറിയില്ലല്ലോ, ഉമ്മമാർക്കറിയില്ലല്ലോ, നാട്ടുകാർക്കറിയില്ലല്ലോ, വയറ് നിറയെ വെള്ളം കുടിച്ചാൽ വരെ. എന്നിട്ട് പോലും നമ്മൾ രഹസ്യമായ സമയത്ത് പോലും ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നോമ്പെടുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് നീയത്തുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ അടിമകൾ ശക്തമായ ചുട്ടുപൊള്ളുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ നോമ്പെടുത്ത് ദാഹിച്ചവശരായി ക്ഷീണിതരായി അവരെങ്ങാനും മരിച്ചുപോയാൽ അവരെ സ്വീകരിക്കാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കണമെന്ന് സ്വർഗത്തോട് പറയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അഞ്ചാമതായി അള്ളാഹുവിന്റെ ഹബീബായ നബിച്ചങ്ങൾ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് എന്താണ്? അവസാന രാത്രിയായാൽ, റമളാനിന്റെ അവസാന രാത്രി, ഒന്നുകിൽ അത് 29-ാം രാത്രിയാണ്, അല്ലെങ്കിൽ അത് 30-ാം രാത്രിയാണ്. അങ്ങനെ 29-ാം രാത്രി അല്ലെങ്കിൽ 30-ാമത്തെ രാത്രിയായാൽ 30 ദിവസക്കാലം നോമ്പെടുത്ത എല്ലാവരുടെയും എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. 30 ദിവസക്കാലം അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുത്ത എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നാ പറഞ്ഞത്. സർവ പാപങ്ങളും അല്ലാഹു മാപ്പ് നൽകുമെന്നാ പ്രിയപ്പെട്ടവരെ പറഞ്ഞത്. അപ്പോഴാണ് മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിക്കുന്നത്, അഹിയ ലൈലത്തുൽ ഖദ്രി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അത് ലൈലത്തുൽ ഖദ്ർ ആണോ? അവസാനത്തെ രാത്രിയാണോ ലൈലത്തുൽ ഖദ്ർ? എന്തുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ, അവസാനത്തെ രാത്രിയിൽ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കാനുള്ള കാരണം? നബിച്ചങ്ങൾ പറഞ്ഞില്ല അത് ലൈലത്തുൽ ഖദ്ർ അല്ല. പിന്നെയോ, ഒരു ജോലിക്കാരൻ ജോലി ചെയ്താൽ എന്നിട്ട് തിരിച്ചു പോകുന്നതിനും മുമ്പേ അയാൾക്ക് സാലറി കൊടുക്കുന്നത് പോലെ, വിയർപ്പ് വറ്റുന്നതിനും മുമ്പേ സാലറി കൊടുക്കുന്നത് പോലെ, പരിശുദ്ധ ഓരോ മാസങ്ങളിലും ജോലി ചെയ്ത് 5-ന് മുമ്പ് നമ്മൾക്ക് സാലറി ലഭിക്കുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, ഒരു മാസം നോമ്പെടുത്തതിന് സാലറി എന്ന രീതിയിൽ, പ്രതിഫലം എന്ന രീതിയിൽ, നന്ദി എന്ന രീതിയിൽ അവസാനത്തെ രാത്രി അവരുടെ എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു കൊടുക്കുകയാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ റമദാനിന്റെ അവസാനത്തെ രാത്രി അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. ആർക്ക്? ഖൽബിൽ പിണക്കമില്ലാത്തവർക്ക്, ഹൃദയത്തിൽ ചൊടിയില്ലാത്തവർക്ക്, വൈരാഗ്യമില്ലാത്തവർക്ക്, മാതാപിതാക്കളെ വെറുപ്പിക്കാത്തവർക്ക്, മയക്കുമരുന്നിന്റെയും കള്ളിന്റെയും കഞ്ചാവിന്റെയും ലഹരിയിൽ പെട്ടുപോകാത്ത ആളുകൾക്ക്, പ്രിയപ്പെട്ടവരെ, അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് ദുആ ചെയ്യാൻ, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ പരിശുദ്ധമായ റമളാൻ നമ്മുടെ കാൽ ചുവട്ടിൽ വന്നു നിൽക്കുന്ന ഈ സമയത്ത് ഖുർആൻ കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഖുർആനിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതലാണ് ഖൽബ് ശുദ്ധിയാവാനുള്ള വഴി, രോഗങ്ങൾ വരാതിരിക്കാനുള്ള വഴി. എന്ത് രോഗം? ക്യാൻസർ അല്ല, അതുപോലെ ശാരീരികമായ അസുഖങ്ങളല്ല. ഖൽബിന്റെ രോഗമെന്ന് പറയുന്നത് അസൂയയാണ്. അസൂയയിൽ നിന്നാണ് കൊലപാതകമുണ്ടാകുന്നത്, അസൂയയിൽ നിന്നാണ് പിണക്കമുണ്ടാകുന്നത്, അസൂയയിൽ നിന്നാണ് വൈരാഗ്യമുണ്ടാവുന്നത്, അസൂയയിൽ നിന്നാണ് പകയുണ്ടാവുന്നത്. വിറകിനെ തീ തിന്നുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ നന്മകളെയും അസൂയ തിന്ന് കളയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. അസൂയ ഇല്ലാത്തവൻ അല്ലാഹു സ്വർഗം നൽകുമെന്നാണ്. ഖൽബിൽ അസൂയയുണ്ടെങ്കിൽ ഒരിക്കലും അല്ലാഹു സ്വർഗം നൽകാൻ പോകുന്നില്ല. അസൂയ പോലെയുള്ള എല്ലാവിധ മാനസികമായ അസുഖങ്ങളിൽ നിന്നും, ഖൽബിന്റെ രോഗങ്ങളിൽ നിന്നും നമ്മുടെ ഖൽബിനെ ശുദ്ധിയാക്കാൻ പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മളത് കേട്ടിരിക്കുകയും ഖൽബിലേക്ക് ആവാഹിച്ചെടുക്കുകയും വേണം. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഖാല ലിയൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് നബി തങ്ങൾ പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ,
ഇബ്നു മസ്ഊദേ എനിക്ക് ഖുർആൻ ഓതി തരുമോ ഇബ്നു മസ്ഊദേ? നബി തങ്ങൾക്ക് ഖുർആൻ ഓതി കൊടുക്കുന്നത് ജിബ്രീലാണ്. ജിബ്രീൽ ഓതി കഴിഞ്ഞാൽ നബി തങ്ങളാണ് സ്വഹാബാക്കൾക്ക് ഖുർആൻ ഓതി കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ നബി തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയാണ് എനിക്ക് ഖുർആൻ ഓതി തരുമോ എന്ന്. കേട്ടോ, എല്ലാ റമദാനായാലും ജിബ്രീൽ വന്നിട്ട് ഖുർആൻ ഒരു തവണ മുഴുവനും ഓതി കേൾപ്പിക്കുന്നു. എല്ലാ റമദാനായാൽ ജിബ്രീൽ വന്നിട്ട് ഒരു തവണ ഖുർആൻ മുഴുവനും ഓതി കേൾപ്പിക്കുന്നു. നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലേ? നബി തങ്ങൾ എല്ലാ റമദാനായാൽ ഒരു തവണ ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ ഓതി കൊടുക്കുന്നു. മുഴുവനും ഓതി കൊടുക്കും ഖുർആൻ. നബി തങ്ങൾ അതിങ്ങനെ കേട്ടിരിക്കും. നബി തങ്ങൾ കേട്ടിരിക്കുന്നു മാത്രമല്ല, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഇങ്ങനെ ഓതി കൊടുക്കുമ്പോൾ അത് കാണാതെ പഠിക്കാൻ വേണ്ടി നബി തങ്ങൾ എന്ത് ചെയ്യും? അവരുടെ കൂടെ ഓതും, ജിബ്രീലിന്റെ കൂടെ ഓതും. അപ്പോൾ നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ലാ തുഹല്ലിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. നിങ്ങൾ തിരക്ക് കൂട്ടിയിട്ട് പഠിക്കല്ലേ, ഞാൻ ഓതുന്നത് കേട്ടാൽ മതി. ലാ തുഹല്ലിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. ഞാൻ ഓതി തീരുന്നതിനു മുമ്പേ നിങ്ങളത് പഠിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടല്ലേ. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആനഹു. ഞാനാണ് നാമാണ് അല്ലാഹുവാണ് ഖുർആൻ നിങ്ങളുടെ ഖൽബിൽ ഒരുമിച്ച് തരുന്നത്, കൂട്ടിത്തരുന്നത്, നിങ്ങൾക്ക് മനപ്പാഠമാക്കി തരുന്നത് അല്ലാഹുവാണ്. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആനഹു. നിങ്ങൾ അങ്ങനെ പേടിച്ച് ധൃതി കൂട്ടി പഠിക്കാൻ ശ്രമിക്കണമെന്നില്ല. അല്ലാഹു നിങ്ങളുടെ ഖൽബിലേക്ക് ആ ഖുർആൻ ഇട്ട് തരുമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആനഹു. ഞാൻ അങ്ങനെ ഖുർആൻ ഓതി തന്നാൽ നിങ്ങളത് കേട്ടാൽ മതി, നിങ്ങളത് പിന്തുടർന്നാൽ മതി, നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. സുമ്മ ഇന്ന അലൈനാ ബയാനഹു. പിന്നെ ഞാനത് എന്താണെന്ന് വ്യക്തമായി വിശദീകരിച്ചു തരാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനിൽ ഒരു തവണ മുഴുവനും പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഹബീബിനെ ഓതി കേൾപ്പിക്കാറുണ്ടായിരുന്നു. അവസാനത്തെ റമദാനായപ്പോ നബി തങ്ങളുടെ വഫാത്തിന്റെ തൊട്ടു മുമ്പുള്ള റമദാനിൽ 2 തവണയാണ് അല്ലാഹുവിന്റെ ഹബീബിന് ഖുർആൻ ഓതി കേൾപ്പിച്ചത്. 2 തവണ. ഷാഫി ഇമാമിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്, ദിവസവും ഒരു ഖത്തം ഓതാറുണ്ടായിരുന്നു. ഇമാമുന ഷാഫിഈ തങ്ങൾ ദിവസവും ഒരു ഖത്തം ഓതി തീർക്കാറുണ്ട്. റമദാനായാലും അല്ലേലും ദിവസവും ഒരു ഖത്തം ഓതി തീർക്കാറുണ്ട്. ഒരു മാസത്തിൽ 30 ഖത്തമാ ഓതി തീർക്കാറുള്ളത്. എന്നാൽ റമദാനായാൽ ഒരു ദിവസം തന്നെ 2 ഖത്തം ഓതാറുണ്ട്. റമദാനിൽ 60 ഖത്തം ഓതി തീർക്കാറുണ്ടായിരുന്നു മഹാനായ ഇമാമുന ഷാഫിഈ തങ്ങൾ റമദാനായാൽ 2 ഖത്തം ഓതി തീർക്കാറുണ്ട്. 2 ഖത്തം ഒരു ദിവസത്തിലെ, ഒരു മാസത്തിൽ 60 ഖത്തം ഓതി തീർക്കാറുണ്ടായിരുന്നു. കാരണം റമദാൻ ഖുർആനിന്റെ മാസമാണ്, ഖുർആൻ മുറുകെ പിടിക്കേണ്ട മാസമാണ്, ഖുർആൻ ഖൽബിലേക്ക് കയറ്റേണ്ട മാസമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ 2 കാര്യം ഏൽപ്പിച്ചു പോവാണ്. ആ 2 കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഞാൻ നിങ്ങളെ 2 കാര്യം ഏൽപ്പിച്ചു പോവാണ്. ആ 2 കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടൂല. ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ. അവ 2ഉം മുറുകെ പിടിച്ചാൽ പരാജയം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. എന്താണ് പരാജയം എന്ന് പറഞ്ഞാൽ? ഭൗതികമായ നേട്ടങ്ങളിൽ പരാജയമുണ്ടാവൂല, പാരത്രിക ലോകത്തെ കാര്യങ്ങളിലും പരാജയമുണ്ടാവൂല. അന്തസ്സോടെ അഭിമാനത്തോടെ നെഞ്ചു വിരിച്ച് പ്രിയപ്പെട്ടവരെ നട്ടല് പണയം വെക്കാതെ, ആദർശം പണയം വെക്കാതെ ഒരു ദീനിയായി, ഒരു പ്രാക്ടിക്കൽ മുസ്ലിമായി ജീവിക്കാൻ പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കണമെന്നാ പറഞ്ഞത്. ഖുർആൻ മുറുകെ പിടിച്ചതിന്റെ പേരിൽ ഒരാൾക്കും മറ്റൊരാളുടെ മുമ്പിൽ നട്ടല് പണയം വെക്കേണ്ടി വരില്ല. ഹിജാബിന്റെ വിഷയമായാലും, ത്വലാഖിന്റെ വിഷയമായാലും, പാപരിയുടെ വിഷയമായാലും, ഏത് മതചിഹ്നങ്ങളായാലും, മതത്തിന്റെ അടയാളമായാലും ഖുർആൻ മുറുകെ പിടിക്കുന്ന ഒരാളുടെ നട്ടല് വളയൂല. അയാളുടെ ആദർശം അയാള് സമ്പത്തിന്റെ മുന്നിൽ പണയം വെക്കൂല, രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിൽ പോയി പണയം വെക്കൂല. മുസ്ലിമീങ്ങൾക്ക് പലപ്പോഴും വെല്ലുവിളിയാകുന്നത് മുസ്ലിമീങ്ങൾ തന്നെയാണല്ലോ.
ഏത് വിധി വരുമ്പോഴും മുസ്ലിമീങ്ങൾക്ക് വെല്ലുവിളിയാകുന്നത് മുസ്ലിമീങ്ങൾ തന്നെയാണ്. അല്ലേ, ഹിജാബിന്റെ വിഷയം വരുമ്പോൾ മുസ്ലിമീങ്ങളിൽ തന്നെ രണ്ട് വിഭാഗം. ഒരു വിഭാഗം പറയുന്നു ഹിജാബ് എന്തിനാണ് എന്ന്. വഖഫിന്റെ വിഷയം വരുമ്പോൾ തന്നെ മുസ്ലിമീങ്ങളിൽ രണ്ട് വിഭാഗം. ഒരു വിഭാഗം പറയുന്നു വഖഫിൽ മുസ്ലിമീങ്ങളുടെ ആവശ്യം എന്ത് എന്ന്. അല്ലേ, നിയമസഭയിലായാലും രാജ്യസഭയിലായാലും പ്രിയപ്പെട്ടവരെ, മുസ്ലിമിന്റെ ഒരു പ്രശ്നം വരുമ്പോ, മുസ്ലിമിനെ ബാധിക്കുന്ന ഒരു വിഷയം വരുമ്പോ മുസ്ലിമിന്റെ കൂടെ നിൽക്കാൻ മുസ്ലിമീങ്ങൾ തന്നെ ഇല്ലാത്ത കാലമാണിത്. നിങ്ങൾ കണ്ടതല്ലേ, പേര് പറയേണ്ട ആവശ്യമുണ്ടോ ഞാൻ? നിങ്ങൾ കണ്ടതല്ലേ, നിയമസഭയായാലും രാജ്യസഭയായാലും. എന്തുകൊണ്ട്? അവരുടെ നട്ടെല്ല് പണയം വെക്കുന്നു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി. അവരുടെ നട്ടെല്ല് പണയം വെക്കുന്നു സമ്പത്തിന്റെ മുമ്പിൽ, പാർട്ടിക്ക് വേണ്ടി, നേതാക്കൾക്ക് വേണ്ടി, ദുനിയാവിന് വേണ്ടി. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ നമ്മൾ മുറുകെ പിടിച്ചാൽ ലൻ തളില്ലു, ഒരിക്കലും പരാജയപ്പെടൂല. ഒരാളുടെ മുമ്പിലും മുട്ട് വളക്കേണ്ടി വരൂല. ഒരാളുടെ മുമ്പിലും നമ്മുടെ മുട്ടുകൾ വിറച്ചു പോവൂല. അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി മരിക്കുന്നത് വരെ ജീവിക്കാൻ നമ്മൾക്ക് കഴിയും. അതുകൊണ്ട് രണ്ടു കാര്യം നിങ്ങൾ മുറുകെ പിടിക്കണം. ഒന്ന് ഖുർആനാണ്, രണ്ട് സുന്നത്താണ്. ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് ഒരാളുടെ മുമ്പിലും മുട്ട് വളക്കേണ്ടി വരൂല, കുനിഞ്ഞു നിൽക്കേണ്ടി വരൂല. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങുവീൻ, ഖുർആനിനെ കുറിച്ച് പഠിക്കുവീൻ, ഖുർആനിനെ കുറിച്ച് റിസർച്ച് ചെയ്യുവീൻ. ഹാഫിലീങ്ങൾ മാത്രമായാൽ പോരാ, ഖുർആനിനെ കുറിച്ച് ഗവേഷണം നടത്തുന്ന PhD ചെയ്യുന്ന റിസർച്ച് സ്കോളർമാരായി മാറണം പ്രിയപ്പെട്ടവരെ. അക്കാഡമിക്കലായി ഖുർആനിന്റെ വിഷയങ്ങൾ സമർത്ഥിക്കാൻ കഴിയുന്ന വലിയ പണ്ഡിതന്മാരായി നമ്മൾ മാറണം. ഖുർആനിലേക്ക് നമ്മുടെ മക്കളുടെ ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിപ്പിക്കണം. രണ്ടും പഠിപ്പിക്കണം. ഭൗതികം വേണം, മതം വേണം. വെറും ഭൗതികതയുടെ പിന്നാലെ പോവാതെ, വെറും മതത്തിന്റെ മാത്രം പിന്നാലെ പോവാതെ, രണ്ടും സമന്വയിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ നാടിന്, നമ്മുടെ ദീനിന് കാവൽ ഭടന്മാരാവാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനാദ്യം നമ്മൾ ഖുർആൻ മിനിമം ഓതുന്നവരെങ്കിലും ആവണം. ഖുർആൻ ഓതുന്ന ഉമ്മമാരെ കണ്ട് വളരണം മക്കളെ. മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ കണ്ടല്ല വളരേണ്ടത്. രാവിലെ എണീറ്റാൽ മൊബൈൽ ഫോണാണ്, ഫ്രീ ഉള്ള സമയങ്ങളിലൊക്കെ മൊബൈൽ ഫോണാണ്, കിച്ചണിൽ നിന്ന് റൂമിലെത്തിയാൽ മൊബൈൽ ഫോണാണ്. അങ്ങനെ മൊബൈൽ ഫോൺ കളിച്ചുകൊണ്ടിരിക്കുന്ന, യൂസ് ചെയ്യുന്ന ഒരു ഉമ്മയെ കണ്ടിട്ടല്ല മക്കൾ വളരേണ്ടത്. റീലുണ്ടാക്കി പോസ്റ്റ് ചെയ്യുന്ന ഉമ്മയെ കണ്ടിട്ടല്ല മക്കൾ വളരേണ്ടത്. വീഡിയോകൾ ഉണ്ടാക്കി ഷെയർ ചെയ്യുന്ന ഉമ്മമാരെ കണ്ടിട്ടല്ല മക്കൾ വളരേണ്ടത്. പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാരെ കണ്ട് മക്കൾ വളരട്ടെ. പരിശുദ്ധമായ ഖുർആൻ ഓതി കരയുന്ന ഉമ്മമാരെ കണ്ട് മക്കൾ വളരട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളോട് പറഞ്ഞു, എനിക്ക് ഖുർആൻ ഒന്ന് ഓതിത്തരുമോ? ഖുർആൻ ഓതാൻ തുടങ്ങി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ഖുർആൻ ഓതാൻ നബി തങ്ങളോട് ചോദിച്ചു, അഖറഉ അലൈക വഅലൈക ഉൻസില, നിങ്ങൾക്ക് അല്ലാഹു ഖുർആൻ ഇറക്കി തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഓതി തരണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ഇത്ര കാലം ഞാൻ നിങ്ങൾക്ക് ഓതി തന്നില്ലേ, വേറെ ഒരാൾ ഓതുന്നത് കേൾക്കാൻ എനിക്ക് പൂതിയുണ്ട്. ഇത്രയും കാലം ഞാൻ ഓതി തന്നില്ലേ, ഇനി വേറെ ഒരാൾ ഓതി കേൾപ്പിക്കുന്നത് കാണാൻ എനിക്ക്, കേൾക്കാൻ എനിക്ക് പൂതിയുണ്ട്. ഫഖറഅതു അലൈഹി സൂറത്തുൻ നിസാ, സൂറത്തുൻ നിസായിലെ ഈ ഭാഗം ഞാൻ നബി തങ്ങൾക്ക് ഇങ്ങനെ ഓതി കേൾപ്പിക്കാൻ തുടങ്ങി. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഇതിങ്ങനെ ഞാൻ അള്ളാന്റെ ഹബീബിന് ഓതി കൊടുത്തപ്പോൾ സൂറത്തുൻ നിസാ ഓതാൻ തുടങ്ങി. ഓതി 41-ാമത്തെ ആയത്തിലേക്ക് ഞാൻ എത്തിയപ്പോൾ ഹസ്ബുകൽ ആൻ, മതി മതി മതി, ഇനി ഓതണ്ട, മതി. ആരാ പറയുന്നത്? നബി തങ്ങളാണ്. ഷഫീഉനാ റസൂലുള്ളാഹ്, നബി തങ്ങൾ പറഞ്ഞു, മതി, ഇനി ഓതേണ്ട ആവശ്യമില്ല. ഫൽതഫത്തു ഇലൈഹി,
ഞാൻ തിരിഞ്ഞു നോക്കി നബി തങ്ങൾ എന്തേ നിർത്താൻ പറഞ്ഞത്? ഫൈദാ ഐനാഹു തദ്രിഫാൻ, നബി തങ്ങളുടെ രണ്ട് കണ്ണും ഇങ്ങനെ നിറയുന്നുണ്ട്, നബി തങ്ങളുടെ താടിരോമങ്ങൾ നനഞ്ഞിട്ടുണ്ട്, ധാരധാരയായി അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തൂടെ എന്തൊഴുകുന്നുണ്ട്? കണ്ണുനീരൊഴുകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, നാളെ മഹ്ശറാ ലോകത്ത് കോടാനക്കോടി ആളുകളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ അവരുടെ മുമ്പിലേക്ക് താങ്കളെ കൊണ്ടുവരുന്ന സന്ദർഭം ഓർക്കുവീൻ നബിയെ. എന്തിനാ കൊണ്ടുവരുന്നത്? നിങ്ങൾ അല്ലാഹു ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയിട്ടുണ്ടോ? വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ, കോടാനക്കോടി ആളുകളോട് നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ, അവരിലേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്ന് തെളിവെടുപ്പിന് വേണ്ടി നിങ്ങളെ കൊണ്ടുവരുന്ന സന്ദർഭം ഓർത്തു നോക്ക് നബിയെ. ഇത് കേട്ടപ്പോഴാണ് ഹസ്ബുക്കൽ ആൻ, മതി മതി ഇനി ഓതണ്ട എന്ന് പറഞ്ഞ് നിർത്താൻ പറഞ്ഞതും നബി തങ്ങൾ പൊട്ടിക്കരഞ്ഞതും. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര കരയണം? നമ്മൾക്ക് അങ്ങനെ ഒരു കരച്ചിൽ വരുന്നുണ്ടോ? വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഈമാനിന് വർധനവ് വരാറുണ്ടോ? നമ്മുടെ ഈമാനിന് എന്തെങ്കിലും ഒരു മാറ്റം വരാറുണ്ടോ? അറബി അറിയില്ല, അർത്ഥമറിയില്ല, ശരി തന്നെ. വാലുകളിൽ വന്നിരിക്കുമ്പോൾ, വാലിന്റെ ശകലങ്ങൾ ഓൺലൈനിലൂടെ കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖൽബിൽ എന്തെങ്കിലും മാറ്റം വരാറുണ്ടോ? അതാണ് ഈമാൻ. ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത് ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹ് അല്ലാഹ് എന്നിങ്ങനെ അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന സമയത്ത് വജിലത് ഖുലൂബുഹും, അവർ പേടിച്ചു വിറക്കുമത്രേ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതി കേൾപ്പിക്കുമ്പോൾ സാദതുഹും ഈമാനാ, ഈമാൻ വർദ്ധിക്കും, കരഞ്ഞു പോകും അവരെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ടവരെ, ഇമാമത്ത് നിന്നാൽ ഏറ്റവും പിൻഭാഗത്തുള്ള ആളുകൾക്ക് വരെ ഉമർ റളിയല്ലാഹു അൻഹു തേങ്ങിക്കരയുന്ന ശബ്ദം കേൾക്കാറുണ്ടായിരുന്നു. ഏത്? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്ന ചില ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ ദുഃഖവും എൻ്റെ വേവലാതിയും എൻ്റെ ആവലാതിയും എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ എല്ലാ പ്രയാസങ്ങളും ഞാൻ അല്ലാഹുമായിട്ട് പങ്കുവെക്കുന്നു, ഞാൻ അല്ലാഹുവിനോട് ഷെയർ ചെയ്യുന്നു എന്നർത്ഥമുള്ള യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ആ വാക്ക് പരിശുദ്ധമായ സൂറത്ത് യൂസുഫിൽ ഇങ്ങനെ ഓതുമ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുന്നത് ഞങ്ങൾ ഏറ്റവും പിന്നിലുള്ള സഫുകൾക്ക് വരെ കേൾക്കാറുണ്ടായിരുന്നു. കസീറമ്മാ, അധിക ദിവസങ്ങളിലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരത്തിന് സൂറത്ത് യൂസുഫാണ് ഓതിയിരുന്നത്. ആ സമയത്ത് ഈ ആയത്ത് വരുമ്പോൾ ഉമർ തങ്ങൾ ഇങ്ങനെ കരയാറുണ്ടായിരുന്നു. കരഞ്ഞ് കരഞ്ഞ് ഉമർ തങ്ങളുടെ കവിൾ തടങ്ങളിൽ രണ്ട് അടയാളങ്ങൾ ഉണ്ടായിരുന്നു. കരഞ്ഞ് കരഞ്ഞുള്ള അടയാളം വെട്ടേറ്റ അടയാളങ്ങളല്ല പ്രിയപ്പെട്ടവരെ, മുറിവന്ന അടയാളങ്ങളല്ല. കണ്ണുനീർ തുള്ളികൾ ഒഴുകി 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 മുഖത്ത് രണ്ടടയാളങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വളരെ സ്വഹീഹായ സംഭവങ്ങളല്ലയോ ഇത്? അപ്പൊ നമ്മൾ എത്ര കരയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര കരയുന്നുണ്ട്. അതിന് പകരം നിങ്ങൾ ചിരിക്കുകയാണല്ലോ, നിങ്ങൾ കരയുന്നില്ലല്ലോ. നിങ്ങൾ ചിരിക്കുകയാണ്. ഖുർആനിന്റെ ആയത്തുകളും ഖുർആനും നമ്മുടെ മുന്നിലുണ്ടായിട്ട് നമ്മളിങ്ങനെ ചിരിച്ചു കളിച്ച് ജീവിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ബോധമില്ലാതെ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തയില്ലാതെ. പ്രിയപ്പെട്ടവരെ, ഓരോ തോന്നിവാസങ്ങളിലും നമ്മുടെ യുവാക്കളാണ് സാന്നിധ്യം കാണിക്കുന്നത്. ഹോളി വന്നാൽ അവിടെ കളറിൽ മുങ്ങിക്കുളിക്കാൻ നമ്മുടെ യുവാക്കള്, ക്രിസ്മസ് വന്നാൽ അവിടെയും ആഘോഷിക്കാൻ നമ്മുടെ യുവാക്കള്,
ഓണം വന്നാൽ അവിടെയും നമ്മുടെ മുസ്ലിം യുവാക്കള്, ദീപാവലി വന്നാൽ അവിടെയും പടക്കം പൊട്ടിക്കാൻ നമ്മുടെ യുവാക്കള്, ഇനി ബർത്ത്ഡേ സെലിബ്രേഷൻ വന്നാൽ അവിടെയും നമ്മുടെ യുവാക്കള്. എന്തുപറ്റി എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ? അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞ ഒരു കാര്യത്തിലും നിങ്ങളെ കാണാറില്ല. വഅദിന്റെ സദസ്സുകളിൽ നിങ്ങളെ കാണാറില്ല, പള്ളികളിൽ കാണാറില്ല, ജുമുഅക്ക് ശേഷമുള്ള പ്രഭാഷണങ്ങളിൽ കാണാറില്ല, പരിശുദ്ധമായ റമദാനിൽ തറാവീഹ് നിസ്കരിക്കാൻ കാണാറില്ല, നോമ്പ് പോലും മര്യാദയ്ക്ക് എടുക്കുന്ന നിങ്ങളെ കാണാറില്ല. നേരെ മറിച്ച് എവിടെയാ കാണുന്നത്? ഏതെങ്കിലും മറ്റുള്ള മതങ്ങളുടെ ഏതെങ്കിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നമ്മൾ ആവശ്യമില്ലാതെ തലയിട്ട് പ്രവർത്തിച്ച് ആഘോഷിച്ച് ആസ്വദിക്കുന്ന, ചിരിക്കുന്ന, പൊട്ടിച്ചിരിക്കുന്ന ഒരു കൂട്ടം യുവാക്കളെ നമ്മൾ കാണുന്നുണ്ട്. ഇത് സമുദായത്തിന് പ്രയാസമല്ലയോ? നാളെ വരുന്നു ഏപ്രിൽ 1. ഇനി അവിടെയും നിങ്ങളെ കാണണം, അവിടെയും നിങ്ങളെ കാണണം. ഈ ദീനിനെ വിഡ്ഢികളാക്കുന്ന, ഈ ദീനിനെ കളിയാക്കുന്ന, ഈ ദീനിനെ കരിവാരി തേക്കുന്ന വിഡ്ഢികളായി മാറരുത് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ. ഒരു സത്യവിശ്വാസി കളവ് പറയാൻ കഴിയില്ല. അൽ മുഅ്മിനു ലാ യക്ദിബ്. ഒരു മുഅ്മിനിന്, ഒരു സത്യവിശ്വാസിക്ക് കളവ് പറയാൻ കഴിയില്ല. കളവ് പറയുമ്പോൾ അല്ലാഹു അയാളുടെ ഈമാനിനെ ഊരിക്കളയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളാ പറഞ്ഞത്. കളവ് പറയുന്നവന്റെ ഈമാൻ അല്ലാഹു ഊരിക്കളയുമെന്ന്. എന്നിട്ട് എത്ര ലാഘവത്തോടെയാണ്, എത്ര നിസ്സാരമായിട്ടാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മളിവിടെ അടിച്ചും പൊളിച്ചും ചിരിച്ചും ജീവിക്കുന്നത്. ദീനുമായിട്ടൊരു ബന്ധവുമില്ല, ദീനിന്റെ കാര്യങ്ങളോട് തീരെ താല്പര്യമില്ല. ഏതൊരു നന്മയുടെ വിഷയത്തിലും നിങ്ങളെ കാണാതെ നേരെ മറിച്ച് തോന്നിവാസങ്ങളിൽ മാത്രം കാണുന്നൊരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നറിയില്ല. ആരാണിത് പ്രമോട്ട് ചെയ്യുന്നത് എന്നറിയില്ല. ആരാണിതിന് വളം വെച്ചു കൊടുക്കുന്നത് എന്നറിയില്ല. ആരാണിതിന് പ്രചോദനം നൽകുന്നത് എന്നറിയില്ല. എല്ലാ തോന്നിവാസങ്ങൾക്കും നമ്മുടെ യുവാക്കള് സോഷ്യൽ മീഡിയ തുറന്നാല് അനാചാരങ്ങളിലും അനാശാസ്യങ്ങളിലും, മയക്കുമരുന്നായാലും വ്യഭിചാരങ്ങളായാലും കൊലപാതകങ്ങളായാലും അവിടെയൊക്കെ നമ്മുടെ ചെറുപ്പക്കാര് തന്നെ. ഒരു മടിയുമില്ല നൃത്തം വെക്കുന്നതിലും നമ്മുടെ ചെറുപ്പക്കാര്. മുസ്ലിം പെൺകുട്ടികളുണ്ട്, അവർക്കും മടിയില്ല. എന്നാൽ ഒരു നന്മയുടെ വിഷയം വരുമ്പോൾ എന്തേ നിങ്ങളെ കാണാത്തത്? ഏത് മാളത്തിലാ നിങ്ങൾ പോയി ഒളിക്കുന്നത്? അല്ലാഹു അലം. അല്ലാഹു വളരെ മോശമായ രീതിയിൽ തന്നെ വിമർശിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചിരിച്ചു ജീവിക്കുകയാണല്ലോ, നിങ്ങൾക്ക് എങ്ങനെ കരയാതിരിക്കാൻ കഴിയുമെന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ഈ പരിശുദ്ധമായ റമളാനിന്റെ തുടക്കത്തിലെങ്കിലും അല്ലാഹുവിന്റെ ദീനിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കണം. പരിശുദ്ധമായ റമളാനിലെങ്കിലും ഖുർആനിലേക്ക് മടങ്ങാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ബിദംഇൽ ഐനി. കരയുന്നവരാണ് അല്ലാഹു നാളെ ശിക്ഷിക്കൂല. അല്ലാഹുവിനെ ഓർത്ത് കരയുന്നവർ, പരിശുദ്ധമായ ഖുർആൻ ഓതി കരയുന്നവർ, അതേപോലെ വഅദ് കേട്ടിട്ടാണെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വരുന്നവര്, അല്ലാഹു ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ബിദംഇൽ ഐനി. അല്ലാഹുവിനെ ഓർത്ത് കരയുന്നവരാളെ അല്ലാഹു നാളെ ശിക്ഷിക്കൂല. വലാ ബിഹുസ്നിൽ ഖൽബി. നമ്മുടെ ഖൽബിൽ ദുഃഖമുള്ള ആളുകള്, ഖൽബിൽ ടെൻഷനുള്ള ആളുകള്, അല്ലാഹുവിനെ ഓർത്ത് ദുഃഖിക്കുന്ന ആളുകളെ, ഇവരെയും അല്ലാഹു നാളെ ശിക്ഷിക്കൂല. പിന്നെയോ അല്ലാഹു ശിക്ഷിക്കുന്നത് വലാകിൻ യുഅദ്ദിബു ബിഹാദാ, വലാകിൻ യുഅദ്ദിബു ബിഹാദാ. നാവിനെയാണ് അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്നത്. നാവ് കാണിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു വലാകിൻ യുഅദ്ദിബു ബിഹാദാ. ഈ നാവ് കാരണത്താലാണ് അല്ലാഹു നാളെ ശിക്ഷിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 1 എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവ് കൊണ്ട് കളവ് പറയാനുള്ളതല്ല, ആളുകളെ വിഡ്ഢിയാക്കാനുള്ളതല്ല. ഏതെങ്കിലും വെസ്റ്റേൺ ആചാരപ്രകാരം നമ്മുടെ സംസ്കാരവും നമ്മുടെ ദീനും നമ്മുടെ മതവും നമ്മൾ വലിച്ചെറിയരുത്. നമ്മുടെ ഈമാൻ വസ്ത്രം ഊരുന്നത് പോലെ നിസ്സാരമായി ഊരിക്കളയരുതേ ചെറുപ്പക്കാരെ. ഇത് അല്ലാഹു നമ്മൾക്ക് തന്ന തൗഫീഖല്ലയോ? ഇത് അല്ലാഹു നമ്മൾക്ക് തന്ന ഭാഗ്യമല്ലയോ? ഇത് കിട്ടാതെ, ഇത് ആസ്വദിക്കാൻ കഴിയാതെ എത്രയോ ആളുകൾ നിർഭാഗ്യവശരായി മരിക്കുമ്പോൾ, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത്
ദീനിനെ സ്നേഹിച്ച് ഇസ്ലാമിനെ സ്നേഹിച്ച് ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി, പുസ്തകങ്ങൾ എഴുതി, ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തി, ഇസ്ലാമിന് വേണ്ടി ചാനലുകളിൽ പോയി സംസാരിച്ച് വാദിച്ച്, പക്ഷേ ഈ ഇസ്ലാമിന്റെ തൗഹീദ് എന്ന് പറയുന്ന ഇതിന്റെ ഹിദായത്ത് കിട്ടാതെ മരിച്ചു പോകുന്ന നിർഭാഗ്യവാന്മാർ ആയിരക്കണക്കിനുണ്ടാകുമ്പോൾ അള്ളാഹു നമ്മൾക്ക് തന്നൊരു ഹിദായത്തുണ്ട്. അതിന് നമ്മൾ വില വെക്കണം പ്രിയപ്പെട്ടവരെ, അതിന് നമ്മൾ പരിഗണിക്കണം, അതിന് നമ്മൾ സ്ഥാനം നൽകണം, അതിന് നമ്മളൊരു അംഗീകാരം നൽകണം. ഇതൊരു ഭാഗ്യമായി നമ്മൾ കാണണം. ഇതിനെ വലിച്ചെറിയരുത്. നിസ്സാരമായി നമ്മുടെ വസ്ത്രം മൂരിയെടുക്കുന്നത് പോലെ ഈ ഈമാൻ നഷ്ടപ്പെടാൻ അനുവദിക്കരുതേ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ബോധം നൽകട്ടെ. അവൻ നബി തങ്ങൾ ഇവിടെ പറഞ്ഞത്, കരയുന്ന കണ്ണുകൾക്ക് അല്ലാഹു നാളെ ശിക്ഷ നൽകൂല, ദുഃഖിക്കുന്ന വിലപിക്കുന്ന ഖൽബുകളും അല്ലാഹു നാളെ ശിക്ഷിക്കൂല. എന്നാൽ നാവിന്റെ പേരിലാണ് അല്ലാഹു നാളെ ശിക്ഷിക്കുന്നത്. നുണ പറയുന്ന ആളുകളെ അല്ലാഹു വെറുതെ വിടൂല എന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പാരത്രിക ലോകത്തെത്തിയാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തു തൂറിലെ 25 മുതൽ 28 വരെയുള്ള ആയത്തുണ്ട്. വഅഖ്ബല ബഅദുഹും അലാ ബഅളി യതസാഅലൂൻ. പരസ്പരം നാളെ മഹ്ശറ ലോകത്ത് മുഅ്മിനീങ്ങൾ കണ്ടുമുട്ടുമത്രേ. വഅഖ്ബല ബഅദുഹും അലാ ബഅളി യതസാഅലൂൻ. അവർ രണ്ടുപേരും മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളുകൾ പരസ്പരം കണ്ടുമുട്ടുമത്രേ. ഖാലൂ, എന്നിട്ടവർ പറയുന്നത്, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവരാണ്, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവരാണ് നമ്മൾ. ശ്രദ്ധിക്കണേ, ജീവിക്കുന്ന കാലത്ത് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവരാണ് നമ്മൾ. രണ്ട് പേടി ഒരാൾക്കും ഉണ്ടാവൂല പ്രിയപ്പെട്ടവരെ. രണ്ട് സന്തോഷവും അള്ളാഹു ഒരാൾക്കും നൽകൂല. രണ്ട് പേടി. എന്താ രണ്ട് പേടി? ഖൗഫാനി, രണ്ട് ഭയം അള്ളാഹു ഒരാൾക്കും നൽകൂല. ഒന്ന്, ദുനിയാവിൽ പേടിച്ച ഒരാൾക്ക് ആഖിറത്തിൽ പേടിക്കേണ്ടി വരൂല. ദുനിയാവിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ഒരാൾക്ക് ആഖിറത്തിൽ പേടിക്കേണ്ടി വരൂല. അപ്പൊ രണ്ട് ഭയം ഒരാൾക്കുണ്ടാവൂല, രണ്ട് സന്തോഷവും ഒരാൾക്കുണ്ടാവൂല. അംനാൻ, രണ്ട് നിർഭയത്വവും ഒരാൾക്കുണ്ടാവൂല. ദുനിയാവിൽ തീരെ പേടിക്കാതെ ഭയക്കാതെ തോന്നിവാസികളായി ജീവിച്ച് പ്രിയപ്പെട്ടവരെ മരിച്ചു പോയാൽ അവിടെ നമ്മൾക്ക് പേടിക്കേണ്ടി വരും. കാരണം രണ്ട് ഭയമില്ലായ്മയും രണ്ട് ഭയവും ഒന്നിക്കൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. രണ്ട് ഭയമില്ലായ്മയും രണ്ട് ഭയവും ഒന്നിക്കൂല. ഏതാ രണ്ട് ഭയം? ദുനിയാവിൽ പേടിച്ചോന് ആഖിറത്തിൽ പേടിക്കേണ്ടി വരൂല. ദുനിയാവിൽ പേടിച്ചോ അവിടെ പേടിയില്ല. ഇവിടെ ഭയന്നില്ല, ഇവിടെ പേടിച്ചില്ലേ എങ്കിൽ അവിടെ ഭയക്കേണ്ടി വരും. എവിടെ ഭയക്കണം, എവിടെ ഭയക്കാതിരിക്കണമെന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്. എവിടെ ഭയക്കണം, എവിടെ പേടിക്കണം, എവിടെ പേടിക്കാതിരിക്കണം എന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്. ഇവിടെ പേടിച്ചാൽ അവിടെ സന്തോഷിക്കാം, ഇവിടെ സന്തോഷിച്ചാൽ അവിടെ പേടിക്കേണ്ടി വരും. ഇതാണെങ്കിൽ ഒരല്പകാലം മാത്രമാണ്. കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്. വളരെ ചുരുങ്ങിയ സമയമാണിത്. അലി തങ്ങൾ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഭൂമിയോടാ പറയുന്നത്, ജീവിതത്തോടാ പറയുന്നത്, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നീ വളരെ ചുരുങ്ങിയ സമയമാണ്, നിനക്ക് ദൈർഘ്യമില്ല, നിന്റെ രാത്രികൾ ചെറുതാണ്, നിന്റെ പകലുകൾ ചെറുതാണ്, നിന്റെ ആയുസ് ചെറുതാണ്. അതുകൊണ്ട് നിന്റെ ഭംഗി കണ്ടിട്ട് ഞാൻ ഒരിക്കലും വഞ്ചിക്കപ്പെടൂല എന്ന് ഈ നമ്മുടെ ശരീരത്തെ നോക്കിക്കൊണ്ട് അലി തങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ ഈ ജീവിതം വളരെ ചുരുങ്ങിയതാണ്. ഇതിന്റെ ഭംഗിയും അലങ്കാരവും കണ്ട് വഞ്ചിക്കപ്പെടാൻ പാടില്ല. ഇതിന്റെ ഭംഗി കണ്ട് വഞ്ചിക്കപ്പെടുമ്പോഴാണ് ഇവിടെ സന്തോഷിക്കണമെന്ന് നമ്മൾക്ക് തോന്നുന്നത്. ഹലാലായ സന്തോഷങ്ങളൊക്കെ ഹലാലായ സന്തോഷങ്ങളെ കുറിച്ചല്ലല്ലോ ഞാൻ പറയുന്നത്, ഹറാമായ സന്തോഷങ്ങളെ കുറിച്ചാണ്. ആ ഹറാമായ സന്തോഷങ്ങളാണ് ഇവിടെ വലുതെങ്കിൽ അവിടെ ഭയക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ. രണ്ട് സന്തോഷം ഒന്നിക്കൂല. നേരെ മറിച്ച് ഇവിടെ ഭയന്നാൽ അവിടെ നിങ്ങൾക്ക് ഭയക്കേണ്ടി വരൂല. അതുകൊണ്ട് രണ്ട് ഭയം, രണ്ട് നിർഭയത്വം ഇതൊരിക്കലും കൂട്ടിമുട്ടുന്ന കാര്യങ്ങളല്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സൂറത്തു തൂറിലെ 25-ാമത്തെ ആയത്ത് വഅഖ്ബല ബഅ്ളുഹും അലാ ബഅ്ളി യതസാഅലൂൻ. പരസ്പരം നാളെ മഹ്ശറാ ലോകത്ത് നമ്മളെല്ലാവരും കണ്ടുമുട്ടുമത്രേ. അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ കുശലന്വേഷണം നടത്തും, പരസ്പരം സംസാരിക്കും. ആ സംസാരിക്കുമ്പോൾ പറയുന്നത് ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്തെന്നില്ലാതെ ഞങ്ങൾ പേടിച്ചിരുന്നില്ലേ, ഞങ്ങൾ ഭയന്നിരുന്നില്ലേ. അതുകൊണ്ട് ഫമന്നല്ലാഹു അലൈനാ വബഖാനാ അദാബസ്സമൂം. അല്ലാഹു തആല നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി. ഫമന്നല്ലാഹു അലൈനാ, അല്ലാഹു തആല നമ്മൾക്ക് അനുഗ്രഹം ചെയ്തു. വബഖാനാ അദാബസ്സമൂം, അല്ലാഹു നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ സലാമത്താക്കി. ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ഈ ആയത്ത് നബി തങ്ങളുടെ ഒരു ഭാര്യ നിസ്കരിച്ചിങ്ങനെ ഓതാണ്. ദുഹാ നിസ്കാരത്തിലോ ഏതോ ഒരു നിസ്കാരത്തിൽ ഇങ്ങനെ ഓതാണ്. അദ്ദേഹത്തെ ആ ബഹദിയായ ഭാര്യയെ കാണാൻ വേണ്ടി വീട്ടിലെ ഖാദിം, നബി തങ്ങളുടെ ഒരു ഖാദിം വീട്ടിലേക്ക് പോയി. അങ്ങനെ വാതിൽ മുട്ടുമ്പോൾ ഇങ്ങനെ ഓതുന്ന ശബ്ദം കേൾക്കുന്നു. ഓതുന്ന ആയത്ത് ഏതാണ്? ഈ ആയത്താണ് വഅഖ്ബല ബഅ്ളുഹും അലാ ബഅ്ളി യതസാഅലൂൻ. പരസ്പരം അവരിങ്ങനെ ചർച്ച ചെയ്യുന്നു മഹ്ശറാ ലോകത്ത്. ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. ഞങ്ങൾ ജീവിക്കുന്ന കാലത്ത് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചു, കുടുംബത്തിലും നാട്ടിലുമൊക്കെ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചു. അതുകൊണ്ട് ഫമന്നല്ലാഹു അലൈനാ, അള്ളാഹു ഞങ്ങളോട് നന്ദി ചെയ്തു, അള്ളാഹു ഞങ്ങളോട് ഗുണം ചെയ്തു. അല്ലാഹു തആല നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ കാത്തു എന്നർത്ഥമുള്ള ഈ ആയത്ത് ഇങ്ങനെ ഓതാൻ. പിന്നെ കുറേ സമയം അങ്ങാടിയിലും അവിടെ ഇവിടെയൊക്കെ പോയി എന്തൊക്കെയോ കഴിഞ്ഞ് കുറേ മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും വരുമ്പോൾ ഈ ആയത്ത് ഓതിയിട്ട് നിസ്കാരത്തിൽ ഇങ്ങനെ കരയുന്നുണ്ടെന്നാ. വഅഖ്ബല ബഅ്ളുഹും അലാ ബഅ്ളി യതസാഅലൂൻ قالوا إنا كنا قبل في أهلنا مشفقين فمن الله علينا ووقانا عذاب السموم. അല്ലാഹു തആല ദുനിയാവിൽ അല്ലാഹുവിനെ ഭയന്നതുകൊണ്ട്, ദുനിയാവിൽ അല്ലാഹുവിനെ പേടിച്ചതുകൊണ്ട് നരകത്തിന്റെ അദാബിൽ നിന്ന് അല്ലാഹു ഞങ്ങളെ സലാമത്താക്കി എന്ന് നാളെ മഹ്ശറാ ലോകത്ത് മുഅ്മിനീങ്ങൾ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു ലാ യലിജുന്നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ് ഹത്താ യഊദൽ ലബനു ഫിൽ ദറഇ. അല്ലാഹുവിനെ ഭയന്ന് കരയുന്ന ഒരാളും ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കൂല. ഏതുവരെ പാലിന്റെ അകിടിലേക്ക്, പശുവിന്റെ അകിടിലേക്ക് കറന്നെടുത്ത പാല് തിരിച്ചു കയറ്റാൻ സാധിക്കാത്തതുപോലെ കരഞ്ഞ ഒരാൾ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. നമ്മൾക്ക് കഴിയില്ലല്ലോ. ഒരു പശുവിൽ നിന്ന് പാല് കറന്നെടുത്താൽ പിന്നെ അതേ അകിടിലേക്ക് അതേ പാല് കയറ്റാൻ നമ്മൾക്ക് കഴിയില്ല. അത് ഇമ്പോസിബിൾ ആണ്, അസാധ്യമാണ്. അതേപോലെ അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞ ഒരാൾ നരകത്തിൽ വീഴുക എന്നുള്ളതും അസാധ്യമാണ്. ബക്കറ്റ് വരും നിങ്ങളുടെ അടുത്തേക്ക്. ബക്കറ്റ് വരുമ്പോൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ സഹകരിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നന്മയുടെ കൂട്ടുകാർ എന്ന വാട്സപ്പ് ഗ്രൂപ്പ്, നന്മയുടെ സഹോദരിമാർ എന്ന വാട്സപ്പ് ഗ്രൂപ്പ്, എടപ്പാട് ഹിദായ പർദ ഹൗസ്, SKSSF, ഇത്ര ആളുകൾ സംഘടിപ്പിച്ച് നടത്തുന്നൊരു പരിപാടിയാണ്. എല്ലാ മാസങ്ങളിലും ഈ പരിപാടി നടത്തുന്നുണ്ട്. ഇതിൻ്റെ ചെലവും ഇതിൻ്റെ നഷ്ടവും ലാഭവും എല്ലാം ഇവരാണ് ഏറ്റെടുക്കുക, ഈ ടീമാണ്. അതുകൊണ്ട് പരിപാടിക്ക് ഒരു നഷ്ടം വരാത്ത രീതിയിൽ എല്ലാവരും സഹകരിക്കുക. ഒരു മിനിമം ഒരു 100 അതിന് മുകളിലെങ്കിലും ഇടാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ സ്വതക്കകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം വളരെ രഹസ്യമായി കൊടുക്കുന്ന സ്വതക്കകളാണ്. അപ്പോൾ ആ ബക്കറ്റിലൊക്കെ നമ്മൾ പൈസ ഇടുമ്പോൾ രഹസ്യമായിട്ട് കൊടുക്കുമ്പോൾ നല്ല പൈസ ഇടുക. ഇല്ലെങ്കിൽ അള്ളാഹ് വിളിച്ചു പറയും 10 രൂപ, ഇന്നാലിന്ന് മുഹമ്മദ് ഹാജി 10 രൂപ. അപ്പോൾ ആൾക്കാർ നോക്കും 10 രൂപ നിങ്ങൾ ബക്കറ്റിലിട്ട് എന്ന രീതിയിൽ ആൾക്കാർ നോക്കും. അതുകൊണ്ട് രഹസ്യമായി കൊടുക്കുന്ന സ്വതക്കയാണ് ബക്കറ്റ്. ആ ബക്കറ്റിൽ ഒരു 500 ആയിരങ്ങളൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കുക. മിനിമം ഒരു 100എങ്കിലും നമ്മൾ നമ്മുടെ കൈകളിൽ കരുതുക. ചെലവ് വരരുത്, നഷ്ടം വരരുത്. പരിപാടി സംഘടിപ്പിച്ച ആൾക്ക് അള്ളാഹു
അള്ളാഹു ഈ കുട്ടികൾ നമ്മുടെ ഹാരിസ് നിങ്ങളുടെ പേര് ഹാരിസും അതുപോലെ ബാക്കിയുള്ള ആളുകളൊക്കെ കൂടി നടത്തുന്ന ഈ പരിപാടി അള്ളാഹു വൻ വിജയത്തിലാക്കി തരട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ റമദാനിലേക്ക് കാലെടുത്തു വെക്കാൻ നമ്മുടെ ഖൽബ് ശുദ്ധിയാവണം, നമ്മുടെ ഹൃദയം ശുദ്ധിയാവണം. അള്ളാഹു നമ്മുടെ ഖൽബും നമ്മുടെ ഹൃദയവും അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ. പാപങ്ങളിൽ നിന്ന്, എല്ലാവിധ കുറ്റങ്ങളിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസൂയ പോലെ ഇതിനേക്കാളൊക്കെ വലുത് അസൂയയാണ്, ഖൽബിന്റെ ശുദ്ധീകരണമാണ്. സ്വഭാവ ദൂഷ്യം, ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണം. പിണക്കത്തിൽ നിന്ന് മാറി നിൽക്കണം, വൈരാഗ്യത്തിൽ നിന്ന് മാറി നിൽക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് റമദാൻ സ്വീകാര്യമാവുകയുള്ളൂ. അതുകൊണ്ട് റമദാനിൻ്റെ ഈ മുന്നൊരുക്കം നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കാനുള്ളൊരവസരമായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ ഖൽബ് അള്ളാഹു ശുദ്ധീകരിച്ച് തരട്ടെ. പകയില്ലാത്ത, അസൂയയില്ലാത്ത, വെറുപ്പില്ലാത്ത ഹൃദയമാക്കി അള്ളാഹു നമ്മുടെ ഹൃദയത്തെ സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വർഗക്കാരനെ കാണിച്ചു കൊടുത്തത് ഓർമ്മയുണ്ടോ? ഇതാ ഒരു സ്വർഗക്കാരൻ വരും. സഹാബാക്കൾ ആശങ്കയോട് നോക്കി. അപ്പോൾ ഒരാൾ കടന്നു വന്നു. പിറ്റേ ദിവസവും പറഞ്ഞു, ഒരു സ്വർഗക്കാരൻ നിങ്ങളിലേക്ക് കടന്നു വരും, നോക്കിക്കോളൂ. അപ്പോഴും ഇന്നലെ വന്ന അതേ വ്യക്തിയാണ് കടന്നു വന്നത്. പിറ്റേ ദിവസവും പറഞ്ഞു, ഒരു സ്വർഗക്കാരൻ നിങ്ങളിലേക്ക് കടന്നു വരും. ഇന്നലെയും മിനിഞ്ഞാന്നും വന്ന അതേ സഹോദരനാണ് കടന്നു വന്നത്. ഒരു സ്വഹാബി എന്താണ് അയാളുടെ പ്രത്യേകത, എന്തുകൊണ്ടാണ് അയാൾ സ്വർഗത്തിലെത്തിയത് എന്ന് പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. 3 ദിവസം അവിടെ താമസിച്ചിട്ടും പ്രത്യേകമായ അമലുകളൊന്നും കണ്ടില്ല. അവസാനം അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളെ സ്വർഗക്കാരനെന്ന് നബി തങ്ങൾ പറയാനുള്ള കാരണം എന്താണ്? അപ്പോഴാണ് ആ സ്വഹാബി പറയുന്നത്, എന്നെ കുറിച്ച് സ്വർഗക്കാരൻ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണമാണ്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇന്നേ വരെ എനിക്ക് മറ്റൊരാളോട് എൻ്റെ ഖൽബിൽ ചുടിയുണ്ടായിട്ടില്ല, എൻ്റെ ഖൽബിൽ ഒരാളോടും പിണക്കമുണ്ടായിട്ടില്ല, എൻ്റെ ഖൽബിൽ ഒരാളോടും ഇന്ന് വരെ അസൂയയുണ്ടായിട്ടില്ല, ഞാനൊരാളെയും വെറുത്തിട്ടില്ല, ഞാനൊരാളെയും എൻ്റെ ഖൽബിൽ ദേഷ്യമോ അസൂയയോ വെച്ച് നടന്നിട്ടില്ല. ഇന്ന് വരെ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യനോട് പോലും വെറുപ്പോ അസൂയയോ വൈരാഗ്യമോ പ്രതികാരമോ ഇല്ലാതെ നല്ല മനസ്സോടുകൂടിയാണ് ഞാൻ കിടന്നുറങ്ങിയത്. ഇതായിരിക്കും ഞാൻ സ്വർഗത്തിലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയാനുള്ള കാരണം. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങളാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ കൂടെ 3 ദിവസം അമലുകൾ പരിശോധിക്കാൻ വേണ്ടി കൂടെ ചെലവഴിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഇത് തന്നെയാണ് കാരണം. ഇങ്ങനെ ജീവിക്കാൻ പ്രയാസമാണ്, നിസ്കരിക്കാൻ പ്രയാസമില്ല, രാത്രി മുഴുവനും ഉറക്കൊഴിക്കാൻ പ്രയാസമില്ല, ഒരു മാസത്തിൽ 2-3 ഖത്തം തീർക്കാൻ പ്രയാസമില്ല. കാരണം ഒരു മാസത്തിൽ 4 ഖത്തം തീർക്കുന്ന ആളുകളൊക്കെ ഇന്ന് നമ്മുടെ കേരളത്തിലേക്ക് ജീവിക്കുന്നുണ്ട്. ഒരു മാസത്തിൽ 4 ഖത്തം തീർക്കുന്നവർ, അതൊന്നും വലിയ പ്രയാസമില്ല. ഖൽബ് ശുദ്ധിയായി ഒരാളെയും വെറുക്കാതെ ജീവിക്കാനാണ് പ്രയാസം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗം ഇവിടെയാണുള്ളത്. ഞാൻ ആദ്യമായി ഓതി വെച്ച ആയത്ത് ഓർമ്മയുണ്ടോ? വസാരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബിക്കും വജന്നതിൻ അർളുഹാ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഉ, വേഗം വേഗം ചെയ്യണം, വേഗം ഉളരണം. വസാരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബിക്കും, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടാൻ നിങ്ങൾ ധൃതി കൂട്ടണം. അലസന്മാരാവരുത്, മടിയന്മാരാവരുത്. 40 കഴിഞ്ഞ് നന്നാവാം എന്ന് തീരുമാനിക്കരുത്. 60 കഴിഞ്ഞ് നന്നാവാം, ഹജ്ജ് ചെയ്ത് നന്നാവാം, ഉംറ കഴിഞ്ഞ് നന്നാവാം, കല്യാണം കഴിഞ്ഞ് നന്നാവാം, താടി നിറക്കട്ടെ എന്നിട്ട് നന്നാവാം, പേരക്കുട്ടികളാവട്ടെ എന്നിട്ട് നന്നാവാം. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവരുത് പ്രിയപ്പെട്ടവരെ. വസാരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബിക്കും, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടാൻ നിങ്ങൾ ധൃതി കൂട്ടണം, വേഗം വേഗം നിങ്ങൾ തൗബ ചെയ്യണം എന്നാണ് അല്ലാഹു പറയുന്നത്. ഇതാ റമളാൻ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ റമളാൻ കഴിയുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടം നമ്മുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. റഗിമ അൻഫു
ثم رغم أنفه ثم رغم أنفه നശിച്ചു പോവട്ടെ, നശിച്ചു പോവട്ടെ, നശിച്ചു പോവട്ടെ. ആമീൻ. ആരാണ് നബിയെ നശിച്ചു പോകാൻ വേണ്ടി ദുആ ചെയ്തത്? മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹ്. റമളാൻ കിട്ടിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ നശിച്ചു പോവട്ടെ. മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹ് ഫഅബഅദഹുല്ലാഹ്. റമളാൻ കിട്ടിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്നയാളെ അല്ലാഹു മാറ്റി നിർത്തട്ടെ. ആമീൻ എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അഥവാ റമളാൻ കഴിയുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ റമളാൻ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. റമളാൻ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എങ്കിൽ സ്വർഗ്ഗത്തിന്റെ കവാടം അല്ലാഹു നമ്മുടെ മുമ്പിൽ കൊട്ടിയടക്കുമെന്നാണ് അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, കഴിഞ്ഞുപോയ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു തരാൻ വേണ്ടി തൗബ ചെയ്ത് മടങ്ങേണ്ട സമയങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരു ദോഷം പോലും ബാക്കിയാവാതെ ഇന്ന് തന്നെ നാളേക്ക് മാറ്റിവെക്കാൻ പാടില്ല. അതിനൊരു പ്രായത്തിന്റെ കണക്കില്ലല്ലോ മരണത്തിന്. വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീലിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. എത്രയെത്ര രോഗികളാണ്, എത്രയെത്ര മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരാണ്. വർഷങ്ങളോളം രോഗിയായി വയസ്സായി 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 കണ്ണു കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല, എത്രയോ കാലമായി ഒന്ന് മരിച്ചിരുന്നെങ്കിലെന്ന് കുടുംബക്കാര് കാത്തിരിക്കുന്നുണ്ട്, നാട്ടുകാരും മക്കളൊക്കെ കൊതിക്കുന്നുണ്ട്. ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എൻ്റെ ഉപ്പാന്റെ പ്രയാസം മാറുമായിരുന്നല്ലോ. ഉപ്പ പോയി കിട്ടാനല്ല, ഉപ്പാന്റെ പ്രയാസം കണ്ടിട്ട് മക്കൾ കൊതിക്കുകയാണ്. ഉപ്പ മരിച്ചിരുന്നെങ്കിൽ ഉപ്പാക്ക് കബറിലെങ്കിലും സുഖം കിട്ടുമായിരുന്നല്ലോ. എത്ര കാലമാണ് ഈ രോഗികൾ മരിക്കാതെ ജീവിച്ചു പോകുന്നത്? വീട്ടുകാർക്ക് ബാധ്യതയായി, നാട്ടുകാർക്ക് ബാധ്യതയായി. എന്നാലോ കമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി. നല്ല നല്ല ചുറുചുറുപ്പുള്ള യുവാക്കൾ അസുഖങ്ങളില്ലാതെ പെട്ടെന്ന് മരിച്ചു പോകുന്നുണ്ട്. രോഗങ്ങളില്ല, കിടന്നുറങ്ങി രാവിലെ എണീക്കുന്നില്ല. കിടന്നുറങ്ങിയ ഒരാൾ രാവിലെ എണീക്കുന്നില്ല, അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ചെറിയൊരു പനി വരുന്നു, അത് മരണത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ആരോഗ്യ ദൃഢഗാത്രന്മാരായ ചോരത്തിളപ്പുള്ള യുവാക്കളും യുവതികളും മരിച്ചു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മരണത്തിന് പ്രായത്തിന്റെ പരിധിയില്ലല്ലോ. അതെല്ലാവരുടെ വീട്ടിലേക്കും ക്ഷണിക്കാതെ വരുന്ന അതിഥിയല്ലയോ. അതുകൊണ്ട് ഞാൻ മരിക്കാനായിട്ടില്ല എന്ന ചിന്ത വേണ്ട. തെറ്റുവന്നാൽ ഒരു തെറ്റ് വരുമ്പോൾ ആ തെറ്റിന്റെ തൊട്ടു ഉടനെ ഒരു നന്മ ചെയ്തേക്കണേ, എന്നിട്ട് ആ തെറ്റിനെ മായ്ച്ചു കളയണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. തെറ്റുവരാത്ത മനുഷ്യരുണ്ടോ? പാപം ചെയ്യാത്ത മനുഷ്യരുണ്ടോ? പാപം ചെയ്യാത്തവർ മലക്കുകളല്ലയോ? അതുകൊണ്ട് പാപം ചെയ്താൽ നിങ്ങൾ ഞാൻ തോറ്റുപോയി എന്ന് വിചാരിച്ച് മാറി നിൽക്കാതെ ആ പാപത്തിന്റെ തൊട്ടുടനെ എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് പാപത്തെ മായ്ച്ചു കളയണം എന്ന് മുത്തു റസൂലുള്ളാഹ്. കാരണം ഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ, ഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ. ഒരാൾ അവസാനം എന്തു ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അല്ലാഹു നിന്നെ നരകത്തിലേക്ക് അയക്കണോ അല്ല സ്വർഗത്തിലേക്ക് അയക്കണോ എന്ന് തീരുമാനിക്കുന്നത്. നീ ഇന്നേ വരെ എന്തു ചെയ്തു എന്നല്ല അല്ലാഹു നോക്കുന്നത്. ഇന്നലെ എന്തു ചെയ്തു, മിനിഞ്ഞാന്ന് എന്തു ചെയ്തു എന്നല്ല, മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് നീ ചെയ്ത പ്രവർത്തനം എന്താണ്, അതാണ് അല്ലാഹു നോക്കുന്നത്. മരിക്കുന്നതിന്റെ സെക്കൻഡുകൾക്ക് മുമ്പ് നീ ചെയ്തത് നന്മയാണോ? പേടിക്കണ്ട, സ്വർഗത്തിലേക്കാണ്. മരിക്കുന്നതിന്റെ സെക്കൻഡുകൾ മുമ്പ് നീ ചെയ്തത് തിന്മയാണോ? ഭയക്കണം, നരകത്തിലേക്കായിരിക്കും. ഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ. അവസാനം എന്തു ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അല്ലാഹു നമ്മെ നാളെ പാരത്രിക ലോകത്ത് എങ്ങോട്ടേക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഏത് തെറ്റു വന്നാലും, ചെറുതായാലും വലുതായാലും, ഉടനെ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങണം. അത് എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് ആ തെറ്റിനെ
മായ്ച്ചു കളയണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. പിന്നെ എവിടേക്കാ നിങ്ങൾ ഉളരേണ്ടത്? വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമിയെക്കാളും വിശാലതയുള്ള സ്വർഗത്തിലെത്താനും നിങ്ങൾ ഉളരണേ. ആർക്കാണ് അല്ലാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്? ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗമാണത്. ഏതാണ് മുത്തഖീങ്ങൾ എന്നറിയോ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, സന്തോഷ സമയങ്ങളിലും പ്രയാസമുള്ള സമയങ്ങളിലും അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കുന്നവർ, ഐശ്വര്യമുള്ള സമയങ്ങളിലും ദാരിദ്ര്യമുള്ള സമയങ്ങളിലും അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുന്നവരാണവർ. പൈസയുണ്ടാകുമ്പോൾ ആർക്കും ചെലവഴിച്ചുകൂടെ? ദാരിദ്ര്യമുണ്ടാകുമ്പോൾ ചെലവഴിക്കുക എന്നുള്ളത് ഈമാനിന്റെ ലക്ഷണമാണ്. ഏറ്റവും നല്ല സ്വതക്ക ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ മറുപടി, അൻത സ്വദ്ദക അൻത സ്വഹീഹുൻ ഷഹീഹുൻ തഖ്ശൽ ഫഖറ വതഅമുലുൽ ഗിനാ. പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുള്ള സമയത്ത്, നിന്റെ കയ്യിൽ തീരെ പൈസയില്ലാത്ത സമയത്ത്, ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്ത്, നീ ദരിദ്രരാകുമോ എന്ന് പേടിയുണ്ട്. ഫീസ് കെട്ടാൻ കഴിയൂലേ? കുട്ടികളുടെ ഫീസ് കെട്ടാൻ കഴിയൂലേ? ബസ് ഫീ കെട്ടാൻ കഴിയൂലേ? ഇലക്ട്രിസിറ്റി ബില്ല് കെട്ടാൻ കഴിയൂലേ? എന്നിങ്ങനെയുള്ള ആശങ്കയും പേടിയൊക്കെയുള്ള സമയത്ത് കൊടുത്താൽ അല്ലാഹു കൂടുതൽ തരുമെന്നുള്ള പ്രതീക്ഷയോടെ നീ കൊടുക്കുന്ന സ്വതക്കയാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വതക്ക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പൈസ ഉണ്ടാകുമ്പോൾ ആർക്കാ കൊടുക്കാൻ കഴിയാത്തത്? എത്രയെത്ര നോൺ മുസ്ലിംസ് ഒക്കെ കോടികൾ കൊടുക്കുന്നുണ്ട്. അവർ അള്ളാഹിന്റെ കൂലി പ്രതീക്ഷിച്ചിട്ടാ കൊടുക്കുന്നത്. അവരൊക്കെ ഇവിടെ നടത്തുന്ന ചാരിറ്റി, സാന്ത്വനം, ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണോ? അല്ലല്ലോ. അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. പക്ഷെ മുഅ്മിനീങ്ങളായ നമ്മൾ ക്യാഷ് ഉണ്ടാകുമ്പോൾ മാത്രം സ്വതക്ക ചെയ്യേണ്ടവരല്ല. അത് നോൺ മുസ്ലിംസും നൽകുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലുള്ള സമയത്ത് പോലും അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയോടെ സ്വതക്ക കൊടുക്കാൻ കഴിയണം. അപ്പോഴാണ് യഥാർത്ഥ സ്വതക്കയായി മാറുന്നത്. അതുകൊണ്ട് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, സന്തോഷമുള്ള സമയങ്ങളിലും ദുഃഖമുള്ള സമയങ്ങളിലും പ്രയാസമുള്ള സമയങ്ങളിലും ചെലവഴിക്കുന്നവർക്കാണ് അല്ലാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. വൽ കാളിമീനൽ ഗൈള, ദേഷ്യം കടിച്ചു പിടിക്കുന്ന ആളുകളെ, വൽ കാളിമീനൽ ഗൈള, ദേഷ്യം കടിച്ചു പിടിക്കുന്ന ആളുകളെ, ദേഷ്യം വരുമ്പോൾ കയർത്ത് സംസാരിക്കാതെ, തെറി വിളിക്കാതെ, അടിച്ചുകൊണ്ടത് പ്രതികരിക്കാതെ, വൽ കാളിമീനൽ ഗൈള, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഷാള് പിടിച്ചൊരു അറാബി വലിച്ചു, ഒരു കാട്ടറബി വലിച്ചു. ഒരു പരുപരുത്ത ഷാളായിരുന്നു അല്ലാഹുവിന്റെ ഹബീബിന്റെ ഷോൾഡറിൽ ഉണ്ടായത്. ആ വലിച്ച വലിയുടെ ആഘാതത്തിന് നബി തങ്ങളുടെ ഷോൾഡറിൽ സ്ക്രാച്ച് വീണു. നബിയുടെ ചർമ്മങ്ങൾ എന്ത് ചെയ്തു? ചർമ്മത്തിൽ അടയാളമുണ്ടായി. ചോരെങ്ങനെ നീര് വെച്ചു. നബി തങ്ങൾ ചിരിച്ചു. നബി തങ്ങൾ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. എന്താ വേണ്ടത്? മുർ മിൻ മാലില്ലാ, അല്ലാഹുവിന്റെ സമ്പത്തിൽ നിന്ന് എനിക്ക് ചെലവഴിക്കാൻ സ്വഹാബാക്കളോട് പറ. നബി തങ്ങൾ പറഞ്ഞു സ്വഹാബാക്കളോട്, എന്താ മൂപ്പർക്ക് വേണ്ടത് അതങ്ങോട്ട് കൊടുത്താളേ, എന്താ മൂപ്പർക്ക് വേണ്ടത് അതങ്ങോട്ട് കൊടുത്തോളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കഴുത്തു വേദനിപ്പിച്ച ആളാണ്. പക്ഷേ വൽ കാളിമീനൽ ഗൈള, ദേഷ്യം കടിച്ചു പിടിക്കണം നമ്മള്. പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ ഇങ്ങനെ യുദ്ധം കഴിഞ്ഞ് യാത്ര ചെയ്ത് ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് ഒരു ശത്രു വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ വാളെടുത്തിട്ട് ആ വാളൂരി നബി തങ്ങളുടെ കഴുത്തിൽ വെച്ച് ചോദിച്ചത്, നിന്നെ രക്ഷപ്പെടുത്താൻ ആരാ വരുന്നത്? ഞാൻ നിന്നെ വധിക്കാൻ പോവുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലയോ, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തുമെന്നല്ലേ പറഞ്ഞത്? ആ മനുഷ്യന്റെ കൈകളിൽ നിന്ന് വാള് താഴേക്ക് വീണപ്പോ നബി തങ്ങൾ പിടിച്ച് അയാളുടെ കഴുത്തു വെട്ടുകയല്ലോ ചെയ്തത്. അയാളോട് പറഞ്ഞു, ബാക്കിയുള്ള സ്വഹാബാക്കൾ എണീക്കുന്നതിനു മുമ്പേ പോയിക്കോളൂ, അവര് കണ്ടാൽ പ്രശ്നമാണ്. വൽ കാളിമീനൽ ഗൈള, ദേഷ്യം കടിച്ചു പിടിക്കുന്നവർക്കാണ് അല്ലാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവനും അല്ലാഹു സ്വർഗം നൽകും. അല്ലാഹുവിന്റെ ഹബീബ് ത്വായിഫിന്റെ മണലാരുണ്യത്തിലെ പ്രബോധനത്തിന് വേണ്ടി ചെന്നപ്പോൾ
നോക്കുമ്പോൾ ഭാര്യ ഖദീജയുടെ വഫാത്തിന്റെ വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന സമയമാണത്. അളാപ്പയായ പിതൃവ്യൻ അബൂ ത്വാലിബിന്റെ വഫാത്ത് കാരണത്താൽ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് കുടുംബക്കാരുടെ ആശ്വാസം വാങ്ങാൻ വേണ്ടി, അവരിൽ നിന്ന് സഹായം വാങ്ങാൻ വേണ്ടി ത്വായിഫിലെ കുടുംബക്കാരെ കാണാൻ പോയപ്പോൾ അവർ ചെറിയ കുട്ടികളെ കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന് കല്ലെറിയുകയുണ്ടായി. നബി തങ്ങളുടെ ശരീരത്തിലേക്ക് കല്ലെറിഞ്ഞ് നബി തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് നടക്കാൻ കഴിയാതെ തളർന്നു വീണപ്പോ ഓടി വന്നിട്ട് നബി തങ്ങളുടെ കൈപിടിച്ച് നടക്കാൻ പറഞ്ഞിട്ട് വീണ്ടും നടക്കുമ്പോൾ ഒരിറ്റു വെള്ളം നൽകാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിലേക്ക് കല്ലെറിഞ്ഞ് വേദനിപ്പിച്ചവർ, അല്ലാഹുവിന്റെ ഹബീബ് ബോധം കെട്ട് താഴെ വീണപ്പോ സഹായിക്കാൻ ഒരാളുമില്ല. ആ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തില് അള്ളാന്റെ ഹബീബിന്റെ മുന്നിലേക്ക് മാലാക്കമാര് വന്നിട്ട് ചോദിച്ചു, ഇവരെ ഞാൻ നശിപ്പിക്കട്ടെ? ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ ആ നാടിനെ ആകാശത്തേക്ക് കൊണ്ടുപോയി തലകീഴായി മറിച്ച് ഭൂമിയിലേക്ക് മറിച്ചിട്ട് ആ സമുദായത്തെ നശിപ്പിച്ചതുപോലെ ത്വായിഫിനെ ഒന്നടങ്കം ഞാൻ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടേ വേണ്ട, അവർ നശിക്കുന്നത് എനിക്കിഷ്ടമല്ല, അവർ മരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവരിൽ ഒരാളെങ്കിലും നന്മയുള്ളവരായാൽ അതാണ് ഞാൻ കൊതിക്കുന്നത്. അവരിൽ ഒരാൾ, ഏതെങ്കിലും ഒരാൾ നന്നായാൽ അതാണ് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു. ജനങ്ങൾക്ക് മാപ്പ് നൽകാൻ കഴിയുമെങ്കിൽ അവർക്ക് അല്ലാഹു സ്വർഗ്ഗം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൂടെ കാണിച്ചു, പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വഭാവം നന്നാക്കി ഖൽബ് ശുദ്ധിയാക്കി ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ റമദാനിലേക്ക് കടന്നു വരിക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ നമ്മൾ ഖൽബിലേക്ക് ചേർത്ത് വെക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മൾ ഖൽബിലേക്ക് ചേർത്ത് വെക്കണം. റമദാനാണല്ലോ, ഓതണം ഖുർആൻ, നമ്മൾ പഠിക്കുകയും വേണം. ഓതിയാൽ മാത്രം പോരാ, നമ്മൾ പഠിക്കണം ഖുർആൻ. നിരന്തരമായി ഖുർആൻ നമ്മൾ കേൾക്കണം. നമ്മുടേതല്ലാത്ത മനോഹരമായി ഖുർആൻ ഓതുന്ന ആളുകളുടെ ഖുർആൻ നമ്മൾ കേൾക്കണം. ഖുർആൻ ഓതുമ്പോൾ വുളൂഓടുകൂടി ഓതണേ. അത് മൊബൈൽ ഫോൺ നോക്കി ഓതുകയാണെങ്കിൽ വരെ വുളൂഓടുകൂടി ഓതണം. അതൊരു മര്യാദയാണ്. മൊബൈൽ ഫോണല്ലേ ഖുർആൻ ഓതുമ്പോൾ വുളൂ വേണ്ടല്ലോ, അങ്ങനൊക്കെ അഭിപ്രായങ്ങളുണ്ട്, ഇല്ല എന്നല്ല. എന്നാലും പ്രിയപ്പെട്ടവരെ, ഓതുന്നത് ഖുർആനല്ലേ. അശുദ്ധിയുള്ള സമയത്ത് ദിക്ർ എന്ന രീതിയിൽ ഖുർആൻ ഓതാമെന്നുള്ള അഭിപ്രായമുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓതരുത്. ഓതുന്നത് ഖുർആനാണ്. ഇത് പവിത്രമാണ്, ഇത് ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ഇത് നാളെ നമ്മൾക്ക് അനുകൂലമായി ശഫാഅത്ത് ചെയ്യേണ്ടതാണ്. ജനാബത്തുകാരനായാലും ഹൈലുകാരിയായാലും നിഫാസുകാരിയായാലും ഞാൻ ഓതൂല ശുദ്ധിയുള്ള സമയത്ത് ഖുർആൻ. ശുദ്ധിയോടുകൂടി ശുദ്ധിയുള്ള സമയത്ത് പറ്റുമെങ്കിൽ ഖിബിലയിലേക്ക് മുന്നിട്ട് അച്ചടക്കത്തോടെ മറ്റുള്ള എല്ലാ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും മാറി ഖുർആൻ ഓതാൻ ഈ പരിശുദ്ധമായ റമളാനിനെ ഉപയോഗപ്പെടുത്തണം. ഖുർആൻ കൊണ്ട് നമ്മുടെ ഖൽബിനെ പ്രകാശിപ്പിക്കണം. ഖുർആൻ കൊണ്ട് നമ്മുടെ ഖൽബിനെ നമ്മൾ വെളിച്ചമാക്കണം. ഖുർആൻ കൊണ്ട് നാളെ നമ്മുടെ ഖബറിടവും അല്ലാഹു പ്രകാശിപ്പിച്ചു തരട്ടെ. അല്ലാഹുമ്മ നവ്വിർ ഖുബൂറനാ ബിനൂരിൽ ഖുർആൻ. അല്ലാഹുവേ, ഖുർആനിന്റെ വെളിച്ചം കൊണ്ട് ഞങ്ങളുടെ ഖബറിനെ നീ വെളിച്ചമാക്കണേ അല്ലാഹ്.